അടിച്ചുവിടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തമ്പുരാൻ ഈ രാത്രികാലം നമ്മുടെ മധ്യമുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവപുത്രന്മാരെ കോപിക്ക് കൊടുപ്പിന്, കോപിക്ക് മകത്തു ശക്തി കൊടുപ്പിനെന്ന് പറഞ്ഞ പ്രകാരം കോപിക്കവന് താമസത്തിനൊക്കെ മകത്വം കൊടുപ്പാന് ഈ രാത്രികാലം നമ്മതിനെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തിലാണ് ഓടി പറയുന്നതരം ആരാധനയ്ക്ക് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. പ്രാർത്ഥിക്കാൻ സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, സഭായുഗമായി കടന്നു വന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാൻ അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായി നന്ദി ഞങ്ങളുടെ ദൈവത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഈ രാത്രികാലത്തെ കൂടി വരവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമേ. കടന്നു വരുവാൻ ആഗ്രഹിച്ചു വഴിയാതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്രമേൽ അവിടുന്ന് കൂട്ടി വരുത്തണമേ. നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിനും ആത്മാവിനും കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുവാൻ ഈ രാത്രികാലം കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. വിടുതലിന്റെ രാത്രികാലമായി തീരട്ടെ കർത്താവേ. പാടുവാനും ആരാധിപ്പാനും നിന്റെ ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഈ രാത്രികാലം കർത്താവേ നിന്റെ ജനത്തിന് പേരവിടുന്ന് പകരുമാറാകണമേ. ദർശനങ്ങളെ കാണുവാന്, വെളിപ്പാടുകളെ പ്രാപിപ്പാന്, കൃപാവരങ്ങളെ ജ്വലിക്കപ്പെട്ടവരായി കർത്താവിന്റെ നാമത്തെ ദേശത്ത് ഉയർത്തുവാന് നിന്റെ ജനത്തെ എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് ശക്തീകരിച്ചാണ്ട് ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അവിടുന്ന് വിടുതൽ കൊടുത്ത് ആമേ സമാധാനത്തോടെ അവിടുന്ന് ഞങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ, ആലോചനകൾ ആത്മനിർഭോടെ പ്രസ്താവിപ്പാന് അവിടുന്ന് ദാസനെ ശക്തീകരിക്കണമേ. എളിവനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. സൂക്ഷികളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. അത്ഭുതം പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ ദൈവത്തിന് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ ഏകാഗ്രതയോടുകൂടെ കർത്താവിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ കടന്നു ചെല്ലാം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. പ്രത്യേകം ആമേൻ. നമുക്ക് ദൈവം ഒരു നല്ലൊരു ദിവസം കൂടെ പ്രധാനമായി തന്നു. ആമേൻ. ഞങ്ങൾ ഹല്ലേലൂയ ഇന്ന് രാത്രിയല്ല വൈകിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് ഒരു വചനം തന്നത് ഹല്ലേലൂയ. ആ വചനം കർത്താവ് കൊണ്ട് ഇടപെട്ടുകയും സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പറഞ്ഞൊരു വാക്യം ഹല്ലേലൂയ അത് വായിക്കുകയാണ്. അത് ഹല്ലേലൂയ ഹോശേയ 4:1-2 വാക്യമാണ്. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. കർത്താവേ ഹല്ലേലൂയ. എന്തിനാണ് ഹല്ലേലൂയ വാക്യം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഞങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം അടുത്ത രണ്ടാമത്തെ വാക്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ വാക്യം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നാമത്തെ വാക്യം പറയാം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയിലേക്ക് അടുക്കിലേക്ക് മടങ്ങി വരിക, നിന്റെ അകത്തെ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അമ്മേ ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ എവിടെ വീണിരിക്കുന്നു നമ്മൾ നോക്കണം. കാരണം നമ്മുടെ അകത്തെ നിമിത്തമാണ്. ഹല്ലേലൂയ. എവിടെ വീണിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ നമുക്കെല്ലാം ചിന്തിക്കാവുന്ന സമയമാണ്. ഹല്ലേലൂയ. ആ സമയം ഹല്ലേലൂയ നമ്മൾ ഉള്ളങ്ങളെ തുറന്ന് കർത്താവേ ഞാൻ എവിടെ വീണ് പോയിരിക്കുന്നു ഹല്ലേലൂയ ഒന്ന് ഓർത്ത് ഹല്ലേലൂയ ഒന്നൊരു മടങ്ങുവരെ ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങളിൽ ഒരു മറുപടിയായി മാറും. അത് തീർച്ചയായും കർത്താവ് പറയാം. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യമുള്ളൂ. നമ്മൾ മടങ്ങുവരെ എങ്ങോട്ടാ? നമ്മുടെ അകത്തെ നിമിത്തം മുറിവേറ്റ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. എന്താ സംസാരിച്ചതാ? നമ്മുടെ അകത്തെ നിമിത്തം മുറിവേറ്റ കർത്താവിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പരിശുദ്ധാത്മാവിനോട് മാത്രമേ ഹല്ലേലൂയ നമ്മളെ നയിച്ചോണ്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ മർക്കോസ് മാളികയിൽ ഇറങ്ങിയതുപോലെ ഒരു അത്ഭുതമായ ഹല്ലേലൂയ ഒരു ശക്തി നമ്മുടെ സർവ്വപേരിലും വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ പലരുടെ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കർത്താവ് മാത്രം. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ കർത്താവ് നമ്മൾ മധ്യ ഉണ്ടെന്ന വിശ്വാസത്തോടെ തന്നെ
ഒരുമിച്ച് ചേർന്ന് പാടാം. പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ മുൻമഴ പെയ്ച്ച കർത്താവിനെ ഒരുമിച്ച് പേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻപോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഹിന്ദു തുറക്കുന്നതാ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഹിന്ദു തുറക്കുന്നതാ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആറ്റുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, പാടിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആറ്റുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, പാടിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ദൈവസഭ പണിയാം. ആട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, പാണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി
ആശ്വസിക്കുക. ചൈതന്യങ്ങൾ വേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിക്കുക. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ hallelujah, hallelujah, hallelujah. Oh, glory, hallelujah, hallelujah, hallelujah. Glory, 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 യേശുരാജാ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശുരാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. ലോകങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുകേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം
സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും കുഴന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം ദുഃഖമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുങ്ങും മശിഹാ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം ദുഃഖമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുങ്ങും മശിഹാ രാജൻ നമുക്കായി. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പാപങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നൗര്യമ ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. പാപങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നൗര്യമ ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ യേശുരാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം. സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശുരാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം. സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല.
വലിയ വിടുതൽ കർത്താവ്, വലിയ വിടുതലപ്പോ അതോരോരുടെയും മുഴക്കാലുകളുടെ അടങ്ങുമാറാകുന്ന ബലമുള്ള ഗോപുരമാകിയാൽ അവിടെ കോടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഈ രാത്രികാല കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ തുറന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ജയാളിയായി തീർന്ന കർത്താവ് ഇന്ന് രാത്രികാലം നമ്മെയും ജയാളികളെ ആക്കി തീർക്കുവാൻ ഇറങ്ങി വന്നിരിക്കാൻ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ നാമത്തെ ഉയർത്താം. മരിച്ചവരെ ജീവിക്കുകയും എല്ലാത്തിനും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന അരുമനാഥന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഈ രാത്രികാലം നമുക്ക് നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. മോശ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിനോട് ദൈവമേ നിന്റെ സാന്നിധ്യം തങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഇന്ന് രാത്രികാലം നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലെ അയക്കുമാറാകണമേ. ദേഹത്തേക്ക് ആത്മാവിന് നിന്റെ സാന്നിധ്യം അനുഭവിപ്പാന് ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ നിന്റെ സാന്നിധ്യം ഇറങ്ങുവാന്, ഞങ്ങളുടെ പ്രതിബന്ധങ്ങളിൽ മേല് നിന്റെ സാന്നിധ്യം ഇറങ്ങുവാന്, ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ മേല് നിന്റെ സാന്നിധ്യം ഇറങ്ങുവാന് വിടുതല്ലാതിരിക്കുന്ന വിഷയത്തിന്മേലോ ഇന്ന് രാത്രികാലം യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങും. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്താണിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായി പ്രിയ ബെറ്റി സഹോദരിയും സൈജുവരും പ്രാർത്ഥിച്ചാണ്. ജീസസ്, പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ. വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവാൻ ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, രാത്രി സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച കാലം സഭയെ കുടുംബത്തെ ദൈവം കർത്താവെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. അവിടുത്തെ ചിറകിൻ്റെ മറവിൽ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അനേകര് കർത്താവെ പലവിധ പ്രയാസങ്ങൾ കർത്താവെ ഹല്ലേലൂയ ബുദ്ധിമുട്ടിലും കണ്ണുനീരിൻ്റെ അവസ്ഥയിലെല്ലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ മരണക്കിടക്കയിലെല്ലായിരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഹല്ലേലൂയ ആലയത്തിൽ വന്ന് കർത്താവെ അങ്ങ് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തി അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം തുടർന്ന് നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അപ്പാടികളുടെ ജീവിതത്തിലുള്ള സകലവിധമായ കുറവശനും കർത്താവിന് രാത്രി കാലം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താൽക്കാലിക ശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ വെടിപ്പോടെ നിർമ്മലതയോടെ അപ്പന്റെ പാദപീഠത്തിലായിരിക്കാൻ രാത്രി കാലം ഞങ്ങളെ ശക്തീകരിക്കണമേ. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്ന പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഹല്ലേലൂയ ദൈവസ്ഥലം നിരപ്പ് പ്രാപിച്ച് ഹല്ലേലൂയ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പന്റെ കരങ്ങളിലേക്ക് സകലങ്ങളെ ഏൽപ്പിക്കുക.
കർത്താവേ ഹാലേലുയ. ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം ഞങ്ങൾ കാണും. അവിടുത്തെ വരവ് ഏറ്റവും കർത്താവേ, ആസന്നമായി മനസ്സിലാക്കുന്നില്ല കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും ഒരുങ്ങി നിൽപ്പാൻ, അപ്പന്റെ കാഹളൊക്കെ ശബ്ദം കേൾക്കുവാൻ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ കുറവശകളും അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ നാൾ കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ആ ബുദ്ധിയുള്ള കന്യാമാരെ പോലെ വിളക്കിൽ എണ്ണയൊഴിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവെ, തലവണക്കിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തി ഓരോ മൺകൂടാരങ്ങളിൽ ഇന്ന് രാത്രികാലം പകരപ്പെടുവാൻ കർത്താവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, പലവിധ പ്രയാസങ്ങളുടെയും രോഗത്തിന്റെ ബുദ്ധിമുട്ടിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ഇന്ന് രാത്രികാലം അവിടുത്തെ പുതിയ ശക്തി, പുതിയ കൃപ ഹല്ലേലൂയ ഓരോരുത്തരുടെ മേലൊന്ന് പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ വന്നതുപോലെ കടന്നു പോകാനിടയാക്കാതെ വണ്ണം അഭിഷേകത്തിന്റെ ശക്തിയോട് കർത്താവെ കടന്നു പോകുവാൻ ഇന്ന് രാത്രികാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരെല്ലാം കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിയാതെ വണ്ണം ഭവനത്തിലോ കർത്താവെ ഹാലിലെ ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവരെല്ലാം കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. വരുന്ന ആൾ കർത്താവെ അടുങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം എല്ലാ വഴി മുഖാന്തരം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാത്രികാലം കർത്താവെ ഞങ്ങളുടെ അഭിഷക്തന്മാരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ വചനം കർത്താവെ ഹല്ലേലൂയ സ്വർഗം പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങൾ തന്നെ ശുദ്ധീകരിപ്പാൻ ഹല്ലേലൂയ നിത്യത്തിലേക്ക് അടുപ്പിക്കുന്ന വചനങ്ങളായി തീരുവാൻ ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ കർത്താവിന്റെ രാത്രികാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യോടൊന്ന കർത്താവിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിപ്പാനിടയാക്കണമേ. നല്ല പ്രബോധങ്ങളെ കർത്താവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നതായി തീരുവാൻ കർത്താവിന് രാത്രികാലം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവ് എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവമഹത്വം സ്വർഗ്ഗം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവാം കർത്താവേ, ഹല്ലേലൂയ. നല്ലൊരു ദിവസത്തിന്റെ രാത്രികാലം തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗസ്ഥനായ ദൈവം കൃപ ചെയ്തതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നിമിഷങ്ങളിൽ 1000 സ്ഥാനങ്ങളിലൊക്കെ അങ്ങടികളെ കൺമണി പോലെ കാവൽ ചെയ്ത് പരിപാലിച്ചു കർത്താവേ. ദേശത്തിലെ അനർത്ഥങ്ങളും കർത്താവേ ആപത്തുകളും ലോകമെമ്പാടും നടക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് സൂക്ഷിക്കുന്നതല്ലാതെ ഒന്നുമില്ല കർത്താവേ. അടികൾ നന്ദിയോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, എല്ലാറ്റിനും നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. കർത്താവ് എപ്പോഴും തിരുസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാന് ഹല്ലേലൂയ ഹൃദയംഗമായി അങ്ങേ സ്തുതിപ്പാന് ആമേൻ തുടർന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങേ പാടി ആരാധിപ്പാന് സ്തുതിപ്പാന് സ്വർഗ്ഗം കൃപ ചെയ്തതിനാൽ സ്തുതിക്കുന്നു. നല്ല ഗാനങ്ങളെ തന്നതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂട്ടിക്കൊരുത്തി ഞങ്ങളുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം വാസ്തവമായി നിങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓരോരുത്തരുടെ ഉള്ളങ്ങൾക്ക് ആവശ്യമായ ആത്മീയ മന്നകൾ കർത്താവേ രാത്രികാലം പ്രാപിപ്പാന് അത് ഭക്ഷിച്ച് ബലപ്പെടുവാന് സ്വർഗം ഇടയാക്കണമേ. വരും ദിവസങ്ങളിൽ അടിയങ്ങൾക്ക് ജീവിപ്പാൻ ഹല്ലേലൂയ ആവശ്യമായ ബലം അടിയങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങടിയങ്ങളെ കുറിച്ച് ആമേൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഹിതമടികൾ നിറവേറുവാന് അതടിയങ്ങൾക്ക് ആരായുവാൻ സ്വർഗം ഇടയാക്കുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവേ. ഈ ദിവസങ്ങൾ അനേകരങ്ങളിലേക്ക് നേടുവാൻ തക്കൊണ്ട് സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കൂട്ടായ്മ വീണ്ടും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അതിനെ ഒന്ന് വിസ്തൃതമാക്കി തരുവാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിൽ കൃപകളും കൃപാവരങ്ങളും വേണം കർത്താവേ. അതിനായി ഞങ്ങളുടെ പ്രവൃത്തിക്കായി താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷകളെ എല്ലാ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കടന്നു ഞങ്ങളുടെ മക്കളെ എല്ലാവരും ഞങ്ങളുടെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും ആരെങ്കിലും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കൃപ കൂടിയിരിക്കണമേ, അവരെ കൂട്ടിവരുത്തണമേ. സൺഡേ സ്കൂളിലേക്ക് ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. സകല മാനവും മഹത്വവും യേശുവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റിരുന്നാട്ട്. ഹല്ലേലൂയ. ഈ രാത്രി കാലത്ത് തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി
74 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalm 74, 74 സങ്കീർത്തനം. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത്, നിന്റെ മേച്ചപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത്? നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെ നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടികളെ വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലിയോങ്ങുന്ന പോലെ തോന്നി. ഇതാ അവർ മഴുകൊണ്ടും ചുറ്റികൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീ വെച്ചു. തിരുനാമത്തിന് നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. നാം അവരെ നശിപ്പിച്ചു കളക എന്നവർ ഉള്ളം കൊണ്ട് പറഞ്ഞു. ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല, യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇതെത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. ദൈവമേ, വൈരി എത്രത്തോളം നിന്ദിക്കും? ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ? നിന്റെ കൈ, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത്, നിന്റെ മടിയിൽ നിന്ന് അതെടുത്തവരെ മുടിക്കണമേ. ദൈവം പുരാതനമേ എൻ്റെ രാജാവാകുന്നു. ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാധാന്റെ തലകളെ നീ തകർത്തു. മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു. മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്. വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. ഭൂസീമകളൊക്കെയും നീ സ്ഥാപിച്ചു. നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. യഹോവേ, ശത്രു നിന്ദിച്ചിരിക്കുന്നതും മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കണമേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിക്കരുതേ. നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ. ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ. എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവമേ, എഴുന്നേറ്റ് വ്യവഹാരം നടത്തണമേ. ഓർക്കണമേ. നിന്റെ വൈരികളുടെ ആരവം മറക്കരുതേ. നിന്റെ എതിരാളികളുടെ കലം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കാം. 74 സങ്കീർത്തനം. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നതും എന്ത്? നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നതും എന്ത്? നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ആമേൻ. സ്തോത്രം. ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ആമേൻ ദൈവത്തോട് ഉള്ള പ്രാർത്ഥനയാണ്. നാം വേദപുസ്തക ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പ്രധാനമായും 3 പ്രാവശ്യം ശത്രുക്കൾ യെരുശലേമിനെ വാടകോരി യെരുശലേം ദേവാലയത്തെ ആമേൻ നശിപ്പിച്ചു കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ നിരോധിച്ചു. യെരുശലേം ദേവാലയത്തിനുണ്ടായിരുന്ന എല്ലാ വിശേഷ വസ്തുക്കളും അതിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിശുദ്ധ മന്ദിരത്തിലുണ്ടായിരുന്ന ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വെച്ചിരുന്ന സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഭിത്തികളിന്മേൽ പതിച്ചിരുന്ന വിശേഷ കല്ലുകൾ, ഇതെല്ലാം ആമേൻ നെബൂഖദ്നേസർ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവാനിടയായി. ആമേൻ സ്തോത്രം. അവസാനം ആനകളെ കൊണ്ടുവന്ന് ആമേൻ യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വരെ അവർ ഉഴുതുമറിക്കുവാനൊക്കെ വേണം ഇടയായി. രണ്ടാമതായിട്ട് സിറിയ രാജാവായ അന്ത്യോക്യോസ് എപ്പിഫാനസിൻ്റെ കാലത്താണ് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. മൂന്നാമതായി AD 70 തീത്തോസ് കൈസറിൻ്റെ കാലത്ത് ആമേൻ യെരുശലേമും യെരുശലേം ദേവാലയവും നശിപ്പിക്കപ്പെടുവാനിടയായി. നശിപ്പിക്കപ്പെടുക മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ,
രാജകുമാരന്മാരെയും രാജകുമാരിമാരെയും ദേശത്തിൽ ആമേൻ യോഗ്യതയുള്ള എല്ലാവരെയും പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോകുവാനും ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്ത് രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 74-ാം സങ്കീർത്തനം. അതിൻ്റെ ആമീൻ ഹല്ലേലൂയ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ മറക്കരുത് എന്നുള്ള അപേക്ഷയായിട്ടാണ് നാം കാണുന്നത്. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവം തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികളാൽ ഇസ്രായേലിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്രകൃതിയിലും ചരിത്രത്തിലും ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ വർണ്ണനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതിന് 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. ഇതാ അവർ മഴുകൊണ്ടും ചുറ്റികൊണ്ടും അതിന്റെ ചിത്രപ്പണികൾ അവർ മഴുകൊണ്ട് ചുറ്റിക്കൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. ആലയത്തിന്മേൽ പതിപ്പിച്ചിരുന്ന ചിത്രപ്പണികളെല്ലാം ഹല്ലേലൂയ മഴുകൊണ്ടും കോടാലി കൊണ്ടും അവർ വെട്ടി നശിപ്പിക്കുവാനൊക്കെ വേണം ഇടയായി. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീ വെച്ചു. അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തിന് തീ വെച്ചു. തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. നാം അവരെ നശിപ്പിച്ചു കളക എന്ന് അവർ ഉള്ളം കൊണ്ട് പറഞ്ഞു. നാം അവരെ നശിപ്പിച്ചു കളക എന്ന് അവർ ഉള്ളം കൊണ്ട് പറഞ്ഞു. ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇത് എത്രത്തോളം എന്ന് അറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. എത്രത്തോളം എന്ന് അറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. ദൈവമേ വൈരികൾ എത്രത്തോളം നിന്ദിക്കും. ദൈവമേ വൈരി എത്രത്തോളം നിന്ദിക്കും. ശത്രുവിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ. ശത്രുവിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ. നിന്റെ കൈ നിന്റെ വലം കൈ. നിന്റെ കൈ നിന്റെ വലം കൈ. നീ വലിച്ചു കളയുന്നത്. നിന്റെ മടിയിൽ നിന്ന് അത് എടുത്ത് അവരെ മുടിക്കണമേ. നിന്റെ മടിയിൽ നിന്ന് അതെടുത്ത് അവരെ മുടിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇന്ന് തുടക്കത്തിൽ തന്നെ പ്രിയ എബിബദറിൽ കൂടെ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിക്കുവാനിടയായത് ഓശയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിച്ചാട്ട്. ഓശയ 14:1. ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് നീ മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവം ഇസ്രായേലിന് വിരോധമായി ശത്രു രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചതിന്റെ പുറകിൽ ആമേൻ സ്തോത്രം അവരുടെ അകൃത്യമാണെന്നുള്ളത് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ഭയത്തിലെ അകൃത്യം നമ്മുടെ ആമേൻ സ്തോത്രം ദേഹത്തിന് പാപകാരണമായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. അകൃത്യം നിൽക്കുന്നിടത്ത് ജനം ശക്തി പ്രാപിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കാനിടയായല്ലോ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ വിഷയങ്ങളെ എല്ലാം വീക്ഷിച്ചിട്ട് ദൈവത്തോട് ആമേൻ അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് തനിക്കും തൻ്റെ ജനത്തിനും സംഭവിച്ചതെല്ലാം ദൈവത്തോട് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അനുതാപ ഹൃദയത്തോട് പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന വാക്യങ്ങളാണ് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു. ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലയെ ഉടച്ചു കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നാം പഠിച്ചു നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ ജനത്തിന്റെ കഷ്ടത കണ്ട് ആമേൻ ജനത്തിന്റെ നിലവിളി കേട്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇസ്രായേൽ ജനത്തെ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാന് മോശയെയും അഹരോനെയും എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. അങ്ങനെ മിസ്രയീമിൽ നിന്ന് ആമേൻ
കൊള്ളയുമായി പുറപ്പെട്ട ജനം ചെങ്കടലിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, പുറകെ ഫറവോനും സൈന്യവും. സ്തോത്രം. ജനം മോശയെയും അഹരോനെയും കല്ലെറിയുവാൻ തക്കവണ്ണം അവർ കല്ലെടുത്തപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി, സ്തോത്രം, ഹല്ലേലൂയ, നീ നീട്ടുക. സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, മോശയുടെ കരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. സ്തോത്രം. ദൈവം ഒരു കാറ്റടിപ്പിച്ചു, ചെങ്കടലിനെ വിഭാഗിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അനേകം മൈലുകൾ ആഴമുണ്ടായിരുന്ന ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. 600,000 ജനം നടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം ചെങ്കടലിൽ ചെങ്കൽപാത ഒരുക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു. മരുഭൂമിയിൽ ചെങ്കടൽ കടന്ന് ഫറവോന്റെയും സൈന്യത്തിന്റെയും അന്ത്യം കണ്ട ദൈവത്തിന്റെ ജനം, ഹല്ലേലൂയ, മരുഭൂമിയിൽ ചെന്നിട്ട് പിറുപിറുക്കുവാനിടയായി. അപ്പോഴാണ് അവർക്ക്, ഹല്ലേലൂയ, മിസ്രയീമിൽ വെച്ച് അടിമത്തത്തിലിരിക്കുമ്പോൾ കടിച്ചു തിന്ന ഉള്ളിയെക്കുറിച്ചും വെള്ളുള്ളിയെക്കുറിച്ചും ചുമന്നുള്ളിയെക്കുറിച്ചുമുള്ള ഓർമ്മയുണ്ടായത്. സ്തോത്രം. ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു. കൊത്തമ്പാലരി പോലെ ഇരിക്കുന്ന മന്ന. സ്തോത്രം. ഹല്ലേലൂയ. തേൻ പോലെ രുചിയുള്ള മന്ന. സ്തോത്രം. അവർക്ക് അത് കഴിച്ചു മടുത്തിട്ട് അവർ പറയുകയാണ്, മിസ്രയിലായിരുന്നപ്പോൾ വല്ലപ്പോഴുമെങ്കിലും ഞങ്ങൾക്ക് ഇറച്ചി കിട്ടുമായിരുന്നു. സ്തോത്രം. നമുക്കറിയാം, ചരിത്രം പഠിച്ചു നോക്കിയാൽ, ഹല്ലേലൂയ, അവർ തിന്ന് ഛർദ്ദിക്കുന്നത് വരെ ഹല്ലേലൂയ, ദൈവം ലിവ്യാഥാന്റെ തല തകർത്ത് അവരുടെ കൂടാരങ്ങളിലേക്ക് കാടപ്പക്ഷികളെ അയക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു, മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. സ്തോത്രം. അവർക്ക് വേണ്ടി പാറയെ ജലതടാകമാക്കി തീർത്തു. സ്തോത്രം. അവർ നടന്നു പോകുന്നിടത്തോടു കൂടെ സ്തോത്രം, നദിയും അവരോട് ചേർന്ന് ഒഴുകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഇത്രയധികം കണ്ട വേറൊരു ജനവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. മഹാനദികളെ യോർദാന്റെ മുമ്പിൽ വന്ന് പകച്ചു നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ വിടുതൽ കാണാമെന്ന് ദൈവം പറഞ്ഞ് ഇത് കേട്ട് സ്തോത്രം, ശുദ്ധീകരിച്ച ജനത്തിൻ്റെ മുമ്പിൽ യോർദാൻ പോലും പിൻവാങ്ങുമാറായി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് പറയുകയാണ്, പകൽ നിനക്കുള്ളത്, രാവ് നിനക്കുള്ളത്, വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. ഭൂസിമാവാസികളെയൊക്കെയും നീ സ്ഥാപിച്ചു. ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. നീ പണ്ടുപണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ദൈവം മറക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടകത്തിൽ ഇരുന്ന നോഹയെ ഓർത്ത ദൈവം എന്നെയും നിന്നെയും ഒരു നാളും മറക്കുകയില്ല. യുഗാരംഭത്തിന് മുമ്പ് തന്നെ സ്തോത്രം സ്ഥാപിച്ച ദൈവത്തിൻ്റെ സഭയെ അവൻ ഒരിക്കലും മറന്നു കളയുകയില്ല. നീ പണ്ട് സമ്പാദിച്ച നിന്റെ സഭയെയോ നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രം. ഹല്ലേലൂയ. യഥാർത്ഥമായും ദൈവത്തിൻ്റെ അവകാശ ഗോത്രം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളാണെങ്കിൽ തന്നെയും, ഹല്ലേലൂയ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ സഭയാണ് അവൻ്റെ അവകാശ ഗോത്രങ്ങൾ. വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തു എന്ന
ആമേൻ നിർമ്മലവും നിർദ്ദേശവുമായ യേശുവിൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കാൻ ഇന്ന് രാത്രി കാലം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവൻ്റെ അവകാശ ഗോത്രത്തെയും ആമേൻ നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. സ്തോത്രം. ദൈവം നമ്മിൽ ഓരോരുത്തരിലും വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നു ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ യേശു വസിക്കുന്ന അവൻ്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. ഒരശുദ്ധരുമെതിരെ കടന്നു വരുവാൻ ആമേൻ ഞാൻ അനുവദിച്ചു കൊടുക്കുകയില്ല. ഒരഗ്രചർമ്മെതിരെ കടന്നു വരുവാൻ ഞാൻ അനുവാദം കൊടുക്കുകയില്ല. യേശുവിൻ്റെ വാസസ്ഥലമായി ഞാൻ മാറ്റപ്പെടും. ഹല്ലേലൂയ. വായിച്ചാട് ആമേൻ നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ട് ആമേൻ ദൈവം തന്റെ വാഗ്ദാനങ്ങളെ ഓർക്കുന്നത്. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവികളെയും സകല ജീവജാലങ്ങളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. ആമേൻ 9-15 വായിച്ചാട്ട് ഞാൻ നിങ്ങളോടും സകല ജീവജാലങ്ങളോടും ചെയ്ത എൻ്റെ നിയമം ഞാൻ ഓർക്കും. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് എങ്കിലും അത് ഉവ്വേ എന്നാകിയാൽ അതുകൊണ്ട് ഞങ്ങളാ ദൈവത്തിന് മഹത്വം പെരുമാറ്. അവനിൽ ആമേൻ എന്ന് മാത്രമാണ്. ആമേൻ എന്നുമത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നും നിഷ്ഫലമായി പോകുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാട്ട് ആമേൻ ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആമേൻ നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അവൻ നിന്നെ ഓർക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെ ഓർത്ത ദൈവം, ഇസ്ഹാക്കിനെ ഓർത്ത ദൈവം, യാക്കോബിനെ ഓർത്ത ദൈവം നിന്നെയും ഓർക്ക്. നിന്റെ നിലവിളിയുടെ മുമ്പിൽ ഹല്ലേലൂയ അവൻ നിന്നെ കടന്നു പോകുവാൻ ഒരിക്കലും തയ്യാറാകുകയില്ല. ബർത്തിമായുടെ നിലവിളി കേട്ട് അവൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്ന ദൈവം ഇന്ന് രാത്രിക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഏത് വിഷയം നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിന് മറുപടി തരുവാൻ ഇന്ന് രാത്രികാലം തമ്പുരാൻ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവൻ നിന്നെ കൈവിടുകയില്ല. അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിന്നെ അവൻ്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുകയാണ്. അവൻ നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വായിച്ചാട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യോട് വായിച്ചാട്ട് എൻ്റെ മുമ്പിൽ സമയം. ആമേൻ. ഹല്ലേലൂയ. സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു. അതിൻ്റെ 14 മുതൽ സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ, നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. ഹല്ലേലൂയ. അവനൊരിക്കലും നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. ആമേൻ. അവൻ്റെ കുറുമ്പ്രാവിനെ ആമേൻ നുറുങ്ങി കരയുന്ന അവൻ്റെ കുറുമ്പ്രാവിനെ അവനൊരു ദുഷ്ടമൃഗത്തിനും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഇന്ന് രാത്രികാലം അവൻ്റെ വാഗ്ദത്തം അവൻ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. സിയോനോ യഹോവയെ ഉപേക്ഷിച്ചു, കർത്താവിനെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ മറന്നു കളയുകയില്ല. ഹല്ലേലൂയ. ആരെല്ലാം മറന്ന
മറന്നാലും, അപ്പനും അമ്മയും മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, കൂട്ടുവിശ്വാസികൾ മറന്നാലും, ആമേൻ, സ്പോൺസർമാർ മറന്നാലും, ആരെല്ലാം മറന്നാലും, നിന്നെ മറക്കാത്തവൻ, മാറാത്തവൻ ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവേ, നീ എന്നെ മറന്നു കളയരുതേ. ആര് ഉപേക്ഷിച്ചാലും, ആര് മറന്നു കളഞ്ഞാലും നീ മറക്കാത്ത ദൈവമാണെന്ന് എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടല്ലോ. നിന്റെ അടുക്കിലേക്ക് ഇന്ന് രാത്രികാലം ഞാൻ അടുത്തു വരുന്നു. എൻ്റെ പ്രാർത്ഥനയെ നീ ഓർക്കണമേ. എൻ്റെ നിലവിളിയെ കേട്ട് എനിക്ക് മറുപടി തരണമേ. ആമേ. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരി കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് സാക്ഷ്യത്തെ പ്രസ്താവിച്ചതിന് ശേഷം ഹല്ലേലൂയ. ആമേ. സഹോദരി സഹോദരന്മാർക്ക് അല്പസമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day, He will make a way for me. He will make a way. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day, He will make a way. 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 എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരം ഒന്നും മറക്കല്ല. Do not be anxious about anything, but in every situation by prayer and petition with thanksgiving present your request to God. Philippians 4:6. Please pray for me and my family. Psalms 100:1. To make a joyful noise unto the Lord all violence. Serve the Lord with gladness. Come before His presence with singing. Please pray for me and my family. Praise the Lord. John 8:12. I am the light of the Lord. Whoever follow me will never walk in darkness, but will have light of life. Please pray for me and my parents. Praise Lord. Praise Lord. Sorrow is better than laughter, for by sadness of face the heart is made glad. Ecclesiastes 7:3. Please pray for me and my family. Praise the Lord. I will go before thee and make all the crooked places straight. I will cut in pieces of the gates of brass and cut pieces in surrender of the gates of iron. Isaiah 45:2. Please pray for me and my family. Praise the Lord. Praise the Lord. Call to me and I will answer you and show you great and mighty things that you do not know. Jeremiah 33:3. Please pray for me and my family. Praise the Lord. Amen. Praise the Lord. Deuteronomy 31:6. Be strong and of good courage. Do not be afraid and do not be afraid of them. For the Lord thy God, He it is that doth go wherever you go. He will not fail you nor forsaken you. Praise the Lord. Amen. Praise Lord. Philippians 2:8-10. And being found in appearance as a man, He humbled Himself by becoming obedient to death, even death on a cross. Therefore God exalted Him to the highest place and gave Him the name that is above every other name, that is, at the name of Jesus, every knee should bow in heaven, on earth, and on earth. Amen. Praise the Lord. It
is God who arms me with strength and keeps my way secure. Psalms 80 verses 32. Please perform in my family. Praise the Lord. Praise the Lord. The love of your mouth is better to me than thousands of gold and silver pieces. Psalms 119 verse 72. Praise Please the pray Lord. for me and my family. Amen. Praise the Lord. Set your mind on things above, not on things on earth. Colossians 3 verses 2. Please pray for my family. Praise the Lord. Psalms 91 verse 2. I will say, the Lord is my refuge and my fortress. The Lord, in him I will trust. Amen. He is the shield for all who trust in him. Psalms 18 verse 30. Praise the Lord. Praise the Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. My class is starting this week. Please pray for me. Praise when? Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദുഷ്ടതലമുറയിൽ ആമേ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷക്തരായി, സ്വർഗീയ ജ്ഞാനം ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി, ദൂരത്തും ചാരത്തുമായി കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി കരങ്ങളുയർ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. സാക്ഷ്യം പറയാനുള്ളൊരു പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയം മുന്നോട്ട് പോകും. കൂട്ടിനാ
കാലം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. സാക്ഷിവാദങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമൃതിക്കുരുക്കി വലിയൊരളവിൽ കർത്താവ് മടക്കി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മധ്യമുണ്ടല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സോണിവർ പ്രാർത്ഥിച്ചായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹമായ സമയത്തിന് കർത്താവേ എല്ലാവരും ഹല്ലേലൂയ. നല്ല സംഗീതം കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നല്ല പാട്ടുകളെ പാടുവാൻ ആരാധിപ്പാൻ കർത്താവേ ഞങ്ങൾ കർത്താവേ. അനേക അനർത്ഥങ്ങൾ നടക്കുന്ന ഈ സമയത്ത് കർത്താവേ ഞങ്ങളെ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവേ ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവിനെ കർത്താവ് ഉയർത്തുവാനും കർത്താവ് ഞങ്ങൾ ഒരുക്കുന്ന അവസരങ്ങൾ ഹല്ലേലൂയ കർത്താവേ. അർപ്പിക്കപ്പെട്ട കർത്താവേ സ്തോത്ര കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദശാംശന കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവ് കേട്ട ടെസ്റ്റിമോണിയൽസിനായി കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിടുതലുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവിന്റെ ആലോചന പ്രകാരം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥനയെ കേട്ട് കർത്താവേ ഞങ്ങളോട് കാണിക്കുന്ന കരുണയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദേവസ്വം കുടുംബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നത്തെ അഭിഷേകത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല മെസ്സേജുകൾ കേൾക്കുവാനും കർത്താവേ തിരിച്ചു പോകുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മനസ്സിൽ കർത്താവേ അധികമായി കർത്താവ് കൊണ്ട് വളർന്നു നിർത്താൻ മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഏവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരാൻ സാധിക്കാത്തവരായിരിക്കും സ്ഥലത്തൊക്കെയും കർത്താവേ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. അവരുടെ ജീവിതത്തിലും കർത്താവിനെ കർത്താവ് വിശ്വസ്തയോടെ ബലത്തോടെ നിർത്തുവാൻ കർത്താവേ വളരുവാനും കർത്താവിനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. എല്ലാ മാനവ മഹത്വം അങ്ങേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് നല്ല യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്താണിരിക്കാം. കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ ജോജി പി ബെന്നി 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ മധ്യയായിരിക്കാൻ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കും. ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. കർത്താവിൻ്റെ ദാസൻ ബാബുജി പാസ്റ്റർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും കാണുവാനൊക്കെ ദൈവം അവസരം ഒരുക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജോജി പി ബെന്നി. എൻ്റെ സ്വന്തം സ്ഥലം പത്തനാപുരം, കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള പത്തനാപുരം. ഇപ്പോൾ 19 വർഷമായിട്ട് തിരുവനന്തപുരത്ത് IPCയുടെ പാസ്റ്ററായിട്ടിരിക്കുന്നു. 24 പ്രവർത്തനങ്ങളുള്ളതായ ഒരു സെൻറ്ററിനും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അടുത്തിരിക്കുന്ന കരം കൊടുത്തിട്ട് പറഞ്ഞ് യേശു വളരെ നല്ലവനാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാർ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. പെട്ടെന്ന് എടുത്ത് വായിച്ച് സഹായിക്കാം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങൾ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആദ്യം പുറപ്പെടണമെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന യഹോവ കൽപ്പിച്ചു. യഹൂദ തൻ്റെ സഹോദരനായ ശിമിയോനോട് എൻ്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യാൻ നീയും എന്നോടുകൂടെ പുറപ്പെടണമെന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയത് ശമൂവേൽ പ്രവാചകനാണ്. ഏകദേശം ഇസ്രായേൽ ജനത്തിൻ്റെ 330 വർഷത്തെ ചരിത്രം ന്യായാധിപന്മാർ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായാധിപന്മാർ പുസ്തകത്തിന് പല പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ന്യായാധിപ ഭരണം അവസാനിക്കുകയാണ്. അതിനുശേഷം ശൗൽ എന്ന രാജാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു സ്ഥിരമായ ഒരു ലീഡർഷിപ്പ്, സ്ഥിരമായ ഒരു നേതൃത്വം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിലെ ഓരോ പുസ്തകങ്ങൾ പഠിച്ചു നോക്കിയാൽ മോശ, അബ്രഹാം, യോശുവ, ഇങ്ങനെ ഓരോരോ വ്യക്തികൾ ആ പുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സ്ഥിരമായ ഒരു നേതൃത്വം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മാത്രം ദൈവം എഴുന്നേൽപ്പിച്ച ഒത്നിയേൽ മുതൽ ശിംശോൻ വരെയുള്ള 13 ന്യായാധിപന്മാരെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം കൂടെ ചേർത്ത് പഠിച്ചാൽ വീണ്ടും ചില ന്യായാധിപന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച് 13 ന്യായാധിപന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു അഭിഷക്തനെ ദൈവം എഴുന്നേൽപ്പിക്കും. ആ അഭിഷക്തന്റെ തണലിൽ ജനം ദൈവത്തെ ആരാധിക്കും, സ്തുതിക്കും. കുറെ കഴിയുമ്പോൾ ആ അഭിഷക്തന്റെ കാലം കഴിയും. ജനം പിന്നെയും പാപത്തിലേക്ക് പോകും, മ്ലേച്ഛതയിലേക്ക് പോകും, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് വിഗ്രഹാരാധനയിലേക്ക് പോകും. അപ്പോൾ പ്രതിസന്ധികൾ അധികമാകും. പിന്നെയോ അവർ ദൈവത്തോട് നിലവിളിക്കും. അപ്പോൾ ദൈവം മറ്റൊരു അഭിഷക്തനെ എഴുന്നേൽപ്പിക്കും.
ആ അഭിഷക്തൻ്റെ തണലിൽ പിന്നെയും ജനം ദൈവത്തെ നിലവിളിക്കും, ദൈവത്തെ ആരാധിക്കും. ശ്രദ്ധിച്ചപ്പോൾ ദൈവവുമായിട്ട് അവർക്കൊരു വലിയ ബന്ധമില്ലായിരുന്നു. അവർക്ക് ദൈവദാസന്മാരുമായിട്ട് അഭിഷക്തന്മാരുമായിട്ടായിരുന്നു ബന്ധം. ഹല്ലേലൂയ. ദൈവദാസന്മാരുമായിട്ട് നമുക്ക് ബന്ധമുള്ളത് നല്ലതാണ്. ദൈവദാസന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അതിലുപരി ദൈവവുമായി നമുക്കൊരു ആഴമേറിയ ബന്ധം ആവശ്യമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവവുമായി ഒരു ആഴമേറിയ ബന്ധമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നീ മുഴങ്കാലിരുന്നാൽ ദൈവത്തോടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്നാൽ ജനം നിലവിളിച്ചപ്പോൾ ദൈവം അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാർ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ജനം നിലവിളിച്ചപ്പോൾ ദൈവം കാലേബിന്റെ അനുജനായ കേനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ ജനത്തിന് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ജനം നിലവിളിച്ചപ്പോൾ ദൈവം ചില അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിച്ചു. സിസേര എന്നൊരു സൈന്യാധിപൻ മുഖാന്തരം ഇസ്രായേൽ ജനം ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ജനം നിലവിളിച്ചപ്പോൾ ദൈവം ദെബോറ എന്നൊരു രക്ഷക എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ന്യായാധിപന്മാർ പുസ്തകത്തിൽ ദൈവം 13 ഒത്നിയേൽ മുതൽ ശിംശോൻ വരെയുള്ള 13 ന്യായാധിപന്മാരെ ദൈവം ഉപയോഗിച്ചെങ്കിലും ദൈവം അതിശക്തമായിട്ട് ഉപയോഗിച്ചത് 5 പേരെ മാത്രമാണ്. എല്ലാവരും പറഞ്ഞ 5 പേർ. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ച് 5 പേര്, ഒത്തിരി പേർ ഉണ്ടായിരുന്നെങ്കിലും പ്രയോജനപ്പെട്ടത് കുറച്ച് പേരേ ഉള്ളൂ. എല്ലാ സഭയിലും അങ്ങനെ, എല്ലായിടത്തും അങ്ങനെ. ഹല്ലേലൂയ. ഒത്തിരി പേര് കാണും, പക്ഷേ ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം അതിശക്തമായി ഉപയോഗിച്ചത് 5 പേരെ മാത്രമാണ്. ഈ 5 പേർ ഉയർച്ചയുടെ 5 രഹസ്യങ്ങളാണ്. 5 secrets to be on the top. നമ്മളെ ഉയരാൻ സഹായിക്കുന്ന 5 ആത്മീയ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗവും ഞാൻ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചതോ യൂട്യൂബിൽ നിന്ന് എടുത്തതോ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടമെടുത്തതോ അല്ല. ഞാൻ എന്ത് പ്രസംഗിച്ചാലും ആ ദൈവസ്ഥലം ഇരുന്ന് പ്രാപിക്കുന്ന. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ദൈവസഭയ്ക്കുള്ളൊരു സന്ദേശമാണിത്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനൊരു നീണ്ട പ്രസംഗമൊക്കെ തയ്യാറാക്കി കരുതി കൂട്ടിയിരുന്നു. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് ഇതിലേക്കൊരു നിയോഗം തരികയാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 5 കാര്യങ്ങൾ, ഈ ദൈവം ഉപയോഗിച്ച 5 പേരെക്കുറിച്ച് എനിക്ക് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒരു വിഷയം മാത്രം ഒന്ന് തുടങ്ങി വെക്കും, നിങ്ങൾക്ക് പഠിക്കാനൊരു തുടക്കം. ഹല്ലേലൂയ. അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ബാക്കി 4 കാര്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം ഒന്നാമത് ഉപയോഗിച്ചത് ഒത്നിയേലിനെയാണ്. ഒത്നിയേൽ യഹൂദ ഗോത്രക്കാരനാണ്. ദൈവം രണ്ടാമത് ഉപയോഗിച്ചത് ദെബോറയാണ്. ദെബോറ എഫ്രൈമിൽ നിന്ന് വന്നവളാണ്. ദൈവം മൂന്നാമത് ഉപയോഗിച്ചത് ഗിദെയോനെയാണ്. അബിയസ്രായത്തിൽ നിന്ന്, മനേശ ഗോത്രത്തിലുള്ള അബിയസ്രായത്തിൽ നിന്ന് വന്നവനാണ്. ദൈവം 5ാമത് ഉപയോഗിച്ചത് ഇബ്താഹിനെയാണ്. ഗിലെയാദിൽ നിന്ന് വന്നവനാണ്. ദൈവം 4ാമത് ഉപയോഗിച്ചത്, ദൈവം 5ാമത് ഉപയോഗിച്ചത് ശിംശോനെയാണ്. ദാൻ ഗോത്രത്തിൽ നിന്ന് വന്നവനാണ്. ദൈവം ഉപയോഗിച്ച ഈ 5 പേരും പറയത്തക്ക വലിയ ഗോത്രങ്ങളിൽ നിന്ന് വന്നവരൊന്നും ആയിരുന്നില്ല. വലിയ പ്രത്യേകതകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് വലിയ യോഗ്യതകളൊന്നും ഇല്ലായിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം അവരെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ച ഒത്നിയേൽ, ദൈവം ഉപയോഗിച്ച ഗിദെയോൻ, ദൈവം ഉപയോഗിച്ച ദെബോറ. ഇവരൊക്കെ എടുത്ത് നോക്ക്. ദെബോറ ഒരു സ്ത്രീയാണ്. സ്ത്രീയെ അടിമയെപ്പോലെ കണ്ട കാലത്താണ് ദൈവം ഒരു സ്ത്രീയെ അഭിഷേകം ചെയ്ത് ഉയർത്തിയത്. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ച ഇബ്താഹ്, അവൻ വേശ്യയുടെ മകനായിരുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്ന് അവനെ തള്ളിക്കളഞ്ഞു. എല്ലാവരും തള്ളിക്കളഞ്ഞവനെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് തള്ളപ്പെട്ടവരുടെ നടുവിൽ തന്നെ ദൈവം ഉയർത്തി മാനിച്ചു. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ച ഒത്നിയേൽ, ഇബ്താഹ്, ദൈവം ഉപയോഗിച്ച ഗിദെയോൻ മിദ്യാനിനെ ഭയന്ന് ഒളിച്ചിരുന്നവനെ ദൈവം അഭിഷേകം ചെയ്ത് പരാക്രമശാലിയാക്കി മാറ്റി. ഭയന്നിരുന്നവനെ. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ച ശിംശോൻ, അവൻ്റെ കുഞ്ഞുങ്ങളില്ലാതെ നിലവിളിച്ചൊരു കുടുംബം. അവൻ്റെ അപ്പൻ മനോഹ കുഞ്ഞുങ്ങളില്ലാതെ നിലവിളിച്ചപ്പോൾ ദൈവം അഭിഷേകമുള്ളൊരു കുഞ്ഞിനെ കൊടുത്തു. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ചവരൊക്കെ വേറൊരു സാധാരണക്കാരായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ഒരു യോഗ്യത ഇല്ലാതെ അതായിരുന്നു ദൈവം അവരെ തിരഞ്ഞെടുത്ത യോഗ്യത. ഞാൻ ഗുജറാത്തിൽ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് IPCയുടെ ഒരു മീറ്റിങ്ങിന്, സെമിനാറിൽ ശുശ്രൂഷിക്കാൻ പോയി. അപ്പോഴവിടുത്തെ IPCയുടെ സെൻട്രൽ പാസ്റ്റർ PA ജോർജ് എന്നാണ് തോന്നത്തിൻ്റെ പേര്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ ഒരു സെക്ഷനിൽ ശുശ്രൂഷിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ശുശ്രൂഷിക്കാം. ഞാൻ അവിടെ പോയി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പത്തനാപുരത്താണ് പാസ്റ്റർ വീടല്ലേ? ഞാൻ പറഞ്ഞു പത്തനാപുരത്ത് TG ഉമ്മൻ്റെ കുടുംബത്തിലുള്ളതാണോ? ഞാൻ പറഞ്ഞല്ല. ഹലോ, ഇന്ന പാസ്റ്ററുടെ മോനാണോ? ഞാൻ പറഞ്ഞല്ല. പിന്നെ ഏത് കുടുംബത്തിലെ? പത്തനാപുരത്തുള്ള എല്ലാവരെയും എനിക്കറിയാം. ഞാൻ പറഞ്ഞു പത്തനാപുരത്തുള്ള ഒരു പാസ്റ്ററെ മോനല്ല, പാസ്റ്റർമാരെ തല്ലുന്ന ആളുടെ മോനാ. ഹലോ,
ഹല്ലേലൂയ. പാസ്റ്റർ വകയിൽ ഞങ്ങളുടെ ഒരു ബന്ധം കൂടെയാണ്. അതുകൊണ്ട് പാസ്റ്റർ ആൻറ്റിയോട് ചോദിച്ചാൽ പത്തനാപുരത്തെ കഥയൊക്കെ വേണേൽ പറഞ്ഞു തരും എൻ്റെ പപ്പയെക്കുറിച്ച്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരോട് ഭയങ്കര അലർജിയുള്ള ആളായിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ പപ്പയും മാനസാന്തരപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഈ ലോകം വിട്ടുപോയത്. ഹല്ലേലൂയ. അപ്പം ദൈവദാസന്മാരെ തല്ലുന്ന, അങ്ങ് ദൈവദാസന്മാരെ തെറി പറയുന്ന ഒരു മനുഷ്യൻ്റെ മോൻ വേദപുസ്തകം എടുത്തുകൊണ്ട് പാസ്റ്റർമാരുടെ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ കുടുംബശ്രേഷ്ഠതയല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല. ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ്, ദൈവത്തിൻ്റെ ദയ ഒന്ന് മാത്രമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ച് 5 ന്യായാധിപന്മാർക്കും വലിയ യോഗ്യതകളൊന്നും ഉള്ളവരായിരുന്നില്ല. ദൈവം തൻ്റെ കൃപയാൽ അവരെ കരത്തിലെടുത്തു. ഹല്ലേലൂയ. ദൈവം ഒന്നാമത് അതിശക്തമായി ഉപയോഗിച്ചത് ഒത്നിയേലിനെയാണ്. ഒത്നിയേൽ എന്ന് പറഞ്ഞാൽ ഏത് ഗോത്രത്തിൽ വന്നവനാ? ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ യഹൂദ. ഏത് ഗോത്രം? യഹൂദ ഗോത്രം, യൂദാ ഗോത്രം, യഹൂദ ഗോത്രം. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സ്തുതി. ഉയർച്ചയുടെ ഒന്നാമത്തെ രഹസ്യം, ജയത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം സ്തുതി. ദൈവത്തെ സ്തുതിക്കുന്നവനെ ദൈവം ഉയർത്തും. അടുത്തിരിക്കുന്ന കരം കൊടുത്തു പറഞ്ഞ് സ്തുതിക്കുന്നവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. എപ്പോഴും സ്തോത്രം ചെയ്യുന്നവനെ ദൈവം ഉയർത്തും. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ദൈവം രണ്ടാമത് ഉപയോഗിച്ചത് ആരെയാണ്? ദെബോറ. ദെബോറ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. അവളുടെ മേലൊരു പ്രവചനാത്മാവ് ഉണ്ടായിരുന്നു, ഒരു പ്രൊഫറ്റിക് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അവൾ പ്രവചനാത്മാവിൽ ജീവിച്ചവളാണ്. ഹല്ലേലൂയ. ദെബോറയെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ സിസേര എന്നൊരു സൈന്യാധിപൻ മുഖാന്തരം ഇസ്രായേൽ ജനം ഉപദ്രവിക്കപ്പെടുമ്പോഴാണ് ദൈവം ദെബോറ എന്ന അഭിഷേകത്തെ എഴുന്നേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദെബോറ ബാലാക്കിനെ വിളിക്കാണ്. ബാലാക്കെ, നീ 10,000 പേരെ കൂട്ടിച്ചേർക്കണം, സിസേരയെ തകർക്കാനായിട്ട് പുറപ്പെടണം. ഉടനെ ബാലാക്ക് പറയാണ്, ഞാൻ 10,000 പേരെ കൂട്ടാം, പക്ഷേ സിസേരയെ തകർക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ദെബോറ എൻ്റെ കൂടെ വരണം. ഒരു സ്ത്രീക്ക് യുദ്ധം ചെയ്യാൻ അറിയാത്തൊരു സ്ത്രീ എന്തിനാണ് കൂടെ വരേണ്ട ആവശ്യം? ബാലാക്കൻ അറിയാം ദെബോറ ഒരു സാധാരണ സ്ത്രീ അല്ല, അവളുടെ മേലൊരു പ്രവചനാഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഉയർച്ചയുടെ രണ്ടാമത്തെ രഹസ്യമാണ് സ്പിരിറ്റ് ഓഫ് പ്രോഫസി, പ്രവചനത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ, പ്രവചനാത്മാവിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, പ്രവചനാത്മാവിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രവചനാത്മാവിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, നിന്റെ മുമ്പിലുള്ള ഏത് സിസേരയും പരാജയപ്പെടും. നീ പോകുന്നിടത്ത് നിനക്ക് വിജയമുണ്ടാകും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ബാലാക്ക് പറയാണ്, ദെബോറ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ യുദ്ധത്തിന് പോകാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രവചനാത്മാവിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. പ്രവചനാത്മാവെന്ന് പറഞ്ഞാൽ, പ്രവചനത്തിന് തമിഴ് പറയുന്നത് ദീർഘ ദർശനം അല്ലേ? ദീർഘമായി ദർശിച്ചിട്ട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്താൽ കണ്ട് സംസാരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ ഭാഷ, വിശ്വാസത്തിൻ്റെ കാഴ്ച. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ഭാഷ, വിശ്വാസത്തിൻ്റെ കാഴ്ച. ഹല്ലേലൂയ. വിശ്വാസത്താൽ ചിലത് കാണണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ ചിലത് പറയണം. ഹല്ലേലൂയ. വിശ്വാസ ഹൃദയത്തിൽ വന്നിട്ട് എങ്ങോട്ട് വരും? വായിലൂടെ പുറത്തോട്ട് വരും. ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് ആ വിശ്വാസം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് വായിലൂടെ പുറത്തോട്ട് ചാടും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ആൾക്കാർ പറയോ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ എന്നാലും അങ്ങോട്ട് ഒന്നും ശരിയാവുന്നില്ല. ഹലോ, വിശ്വാസം അകത്തുണ്ടെങ്കിൽ നെഗറ്റീവ് വരത്തില്ല. ഹലോ, വിശ്വാസം അകത്തുണ്ടെങ്കിൽ പുറത്തോട്ട് വരുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദെബോറ എന്ന് പറഞ്ഞാൽ പ്രവചനാത്മാവ്. പ്രവചനാത്മാവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും, പ്രവചനാത്മാവിൽ സംസാരിക്കാൻ സാധിക്കും, ചിന്തിക്കാൻ സാധിക്കും. ഈ പ്രവചനാത്മാവെന്ന് ഞാൻ പറയുമ്പോൾ ഒരാളുടെ തലയെ കവിച്ച് പ്രവചനം പറയുന്നതിനെ കുറിച്ചാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ഉണ്ട്, പ്രവചന വരമുണ്ട്, പ്രവാചക വിളിയുണ്ട്, പ്രവചനാത്മാവുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. എന്നാൽ പ്രവചനാത്മാവെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ഭാഷയും വിശ്വാസത്തിൻ്റെ കാഴ്ചയും. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്താൽ കാണണം. ഹല്ലേലൂയ. യേശു ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ യേശു പ്രവചനാത്മാവിൽ ജീവിച്ച ആളാണ്. ശിഷ്യന്മാരിൽ ചിലരൊക്കെ പ്രവചനാത്മാവിൽ ജീവിച്ചവരാണ്. യേശു ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. യേശു ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് പറയാണ്, ഈ കുഞ്ഞ് മരിച്ചതല്ല, ഇത് ഉറക്കമാണ്. ശരിക്കും ആ കുഞ്ഞ് മരിച്ചതാണോ? പറ, മരിച്ചതാണോ?
ആ കുഞ്ഞ് മരിച്ചതാണ്. എന്നാൽ യേശു ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറയാണ്, ഇത് മരിച്ചല്ല, ഇത് ഉറക്കമാണ്. നമ്മൾ പറയും മരണം എന്ന ഉറക്കം എന്ന് പറയില്ല. ഹല്ലേലൂയ. ശരിക്കും ആ കുഞ്ഞ് മരിച്ച? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ബാബുജി പാസ്റ്ററും ആൻറ്റിയും കൂടെ ഒരു വീട്ടിൽ ചെല്ലും, ഒരു കുഞ്ഞ് മരിച്ചു, എല്ലാവരും നിലവിളിച്ച് ചങ്കത്തടിച്ചുകൊണ്ടിരിക്കുക. ഉടനെ പാസ്റ്റർ അങ്ങോട്ട് എന്നിട്ട് പറയുക, ഇത് മരിച്ചൊന്നുമല്ല, ഇത് ഉറക്കമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാര്യം? ഹലോ, പാസ്റ്റർ വിടുവോ പിന്നെ അവരെല്ലാം കൂടെ? യേശു പറയുന്നത് മരണമല്ല, ഇത് ഉറക്കമാണ്. യേശു വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പ്രവചനാത്മാവിൽ ആ കുഞ്ഞിനെ നോക്കിയപ്പം, മരണമെന്ന പ്രശ്നത്തെ നോക്കിയപ്പം യേശു അത് ഉറക്കമെന്ന നിസ്സാര പ്രശ്നമായിട്ട് കാണുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, ഉറക്കത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന പോലെ യേശു മരിച്ച കുഞ്ഞിനെ ജീവനോടെ എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നീ ഒരു പ്രശ്നത്തെ നോക്കിയാൽ അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും, അത് മരണം പോലെ വലുതാണെങ്കിലും, അത് ഉറക്കം പോലെ നിസ്സാരമായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഉറക്കത്തിൽ നിന്നൊരു കുഞ്ഞിനെ തട്ടിയെഴുന്നേൽപ്പിക്കുന്ന പോലെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് നിസ്സാരമായി പരിഹരിക്കപ്പെടാൻ പോകുകയാണ്. ദൈവശക്തി ആ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസത്തിൻ്റെ ആത്മാവിൽ നിന്റെ പ്രശ്നത്തെ കാണുകയാണെങ്കിൽ അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് നിസ്സാര പ്രശ്നമായി മാറാൻ പോകുകയാണ്. അത് നിസ്സാരമായി പരിഹരിക്കപ്പെടാൻ പോകുകയാണ്. ദൈവശക്തി ആ വിഷയത്തിന്റെ മേൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇനി ഒരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, അത് മരണം പോലെയാണെങ്കിലും, അത് ഉറക്കം പോലെ ചെറിയ പ്രശ്നമായിട്ട് മാറും. ഇനി അവിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഒരു പ്രശ്നത്തെ നോക്കിയാൽ അത് ചെറിയ പ്രശ്നമാണെങ്കിലും, അത് ഉറക്കം പോലെ ചെറുതാണെങ്കിലും, അത് മരണം പോലെ വലിയ പ്രശ്നമായിട്ട് മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കാൻ പറഞ്ഞ വിശ്വാസത്താൽ കാണണം. കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് എല്ലാം വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ടാകണം. ഹല്ലേലൂയ. യാക്കോബ് ലാബാന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ലാബാൻ അവനെ ഒരുപാട് പറ്റിച്ചു. നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ലാബാൻ അവനെ കുറേ നാൾ അടിമയാക്കി കഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. ഒടുവിൽ യാക്കോബ് ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. ദൈവമേ, ലാബാൻ എന്നെ 10 പ്രാവശ്യം പറ്റിച്ചു. അപ്പനെയും ജ്യേഷ്ഠനെ പറ്റിച്ചത് ഒരു പ്രാവശ്യമാണ്. ഒരിക്കൽ പറ്റിക്കുന്നവന് തിരിച്ച് 10 പ്രാവശ്യം പറ്റിയിട്ട് കിട്ടും. ഹല്ലേലൂയ. കാറ്റ് വിതച്ച കൊടുങ്കാറ്റ് കൊയ്യും. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് അവനോട് മനസ്സിൽ തോന്നി. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ കാട്ടിലോട്ട് പോകണം. നീ ബദാം വൃക്ഷത്തിൻ്റെയും പുന്നവൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെ കൊപ്പുകൾ വെട്ടിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. ദൈവം കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്നിട്ട് അവൻ ലാബാൻ്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഇനിയും ഞാൻ നിൻ്റെ ആടുകളെ മേയ്ക്കാം, ഇനിയും നിനക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, എനിക്ക് ഇതുവരെ നീ ഒരു പ്രതിഫലവും തന്നിട്ടില്ല, ഇനിയും എനിക്ക് പ്രതിഫലം വേണം. എന്താണ് പ്രതിഫലം? നിന്റെ ആടുകൾ വരയും പുള്ളിയും മറുകുമുള്ള ഏതെങ്കിലും കുട്ടികളെ ഏതെങ്കിലും ആട് പ്രസവിച്ചാൽ അത് മാത്രം എനിക്കുള്ള പ്രതിഫലമായിട്ട് നീ തരണം. ഒരേ കളറുള്ള ആടുകൾ വരയും പുള്ളിയും മറുകുമുള്ള കുട്ടികളെ പ്രസവിക്കുന്നത് വളരെ അപൂർവമാണ്, വല്ലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. ലാബാൻ പറഞ്ഞു, ഓക്കെ റെഡി, സമ്മതിച്ചു. അവൻ പിന്നെ തിരിച്ചു പോയിട്ട് ദൈവത്തോട് എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, ബദാം വൃക്ഷം, അരിഞ്ഞിൽ വൃക്ഷം, പുന്നവൃക്ഷം, അതിൻ്റെ കൊപ്പ് വെട്ടിയിട്ട് ആടുകൾ ചേനയേൽക്കുന്നിടത്ത്, കാടി കുടിക്കുന്നിടത്ത്, ഇണ ചേർക്കുന്നിടത്ത് എല്ലാം നീ അത് കെട്ടിവെക്കണം. എന്നിട്ട് കത്തി കൊണ്ട് നീ അതിൽ വരയും പുള്ളിയും മറുകും ഉണ്ടാക്കണം. എന്നിട്ട് നീ അവിടെ കിടക്കണം. ആടുകൾ ഇണ ചേരുന്നത്, കാടി കുടിക്കുന്നത് എല്ലാം നീ നോക്കണം. വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ച, വിശ്വാസത്താൽ നീ കാണണം. ഹല്ലേലൂയ. ആടുകൾ വരയും പുള്ളിയും മറുകുമുള്ള കുട്ടികളെ പ്രസവിക്കുന്നത് നീ കാണണം. വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ടാകണം. ഹല്ലേലൂയ. യാക്കോബ് അത് കണ്ടു. ഹല്ലേലൂയ. ദൈവം എന്തു ചെയ്തു? ലാബാന്റെ എല്ലാ ആടുകളും വരയും പുള്ളിയും മറുകുമുള്ള കുട്ടികളെ പ്രസവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം അവന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാനിടയായി. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ.
Hallelujah. Your picture decides your future. നീ വരയ്ക്കുന്ന ചിത്രം നിന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുകയാണ്. ഇനി വിശ്വാസത്താൽ നീ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ചിലത് കാണാൻ തുടങ്ങണം. യാക്കോബ് കത്തി കൊണ്ടാണ് വരയും പുള്ളിയും ഒക്കെ ഉണ്ടാക്കിയത്. എന്നാൽ നമുക്ക് ക്രൂശ് എന്നൊരു മരം ഉയർന്നിരിക്കുകയാണ്. അതിൽ യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് ചിലത് വിശ്വാസത്താൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസത്തിന്റെ കാഴ്ച ഉണ്ടാകണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഭാഷ, പ്രൊഫറ്റിക് സ്പിരിറ്റ്. വിശ്വാസത്താൽ കാണണം, വിശ്വാസത്താൽ സംസാരിക്കണം. എൻ്റെ അപ്പൻ പാസ്റ്റർമാരെയും കുറ്റം പറഞ്ഞ് ദൈവദാസന്മാരെയൊക്കെ ഓടിച്ചിട്ടടിക്കുന്ന കാലത്ത് ഞാൻ വിശ്വാസത്തെ പറഞ്ഞ് പപ്പ മാനസാന്തരപ്പെടും, സ്നാനപ്പെടും, ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്ക് പോകും. ഹല്ലേലൂയ. ഞാൻ എന്തൊക്കെ വിശ്വാസത്താൽ പറഞ്ഞോ കണ്ടോ അതൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആദ്യം വിശ്വാസത്താ കണ്ട പിന്നെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ഭാഷ. യേശു മലയോട് പറഞ്ഞു, മലയോട് എന്ത് പറഞ്ഞു? മലയോട് ഇവിടെ നിന്ന് പോകാൻ പറയണം. ഹലോ, മലയോട് പറയണം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ പറയണം. മലയെ പറ്റി പറയരുത്. ഒന്ന് പറഞ്ഞേ, മലയെ പറ്റി പറയരുത്, മലയോട് പറയണം. പ്രശ്നത്തെ പറ്റി പറയരുത്, രോഗത്തെ പറ്റി പറയരുത്, ബന്ധനത്തെ പറ്റി പറയരുത്, പിശാചിനെ പറ്റി പറയരുത്. പ്രശ്നത്തോട് യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറയണം. വിശ്വാസത്താൽ നിന്റെ മുമ്പിലുള്ള മലയെ നോക്കി നീ സംസാരിക്കണം. മലയെ പറ്റി പറയരുത്. ചിലർ എപ്പോഴും പറയുന്ന മൊത്തം മലയെ പറ്റിയാണ്. എൻ്റെ പ്രശ്നം, എൻ്റെ രോഗം, എൻ്റെ ബന്ധനം, എൻ്റെ കടം. ഹല്ലേലൂയ. പറയുന്നതനുസരിച്ച് മല വലുതായിക്കൊണ്ടിരിക്കുക. മലയുടെ വലിപ്പം പറയുന്നത് നിർത്തണം. പ്രശ്നത്തിൻ്റെ ആഴം പറയും നിർത്തണം. ഹല്ലേലൂയ. പ്രശ്നത്തെക്കുറിച്ച് പറയും നിർത്തണം. ഇനി ദൈവത്തെക്കുറിച്ച് പറയണം. പ്രശ്നത്തോട് പറയണം, എനിക്ക് ഒരു വലിയ ദൈവമുണ്ട്. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയവനാണ്. പ്രശ്നത്തിൻ്റെ ആഴം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. 10 ആ പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് അവർ ദേശം ഒറ്റുനോക്കിയിട്ട് വന്നിട്ട് അവർ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് തോന്നറിയാമോ? അവർ പറഞ്ഞത് മൊത്തവും പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു. അവർ പറഞ്ഞ അനാഖ്യ മല്ലന്മാരെ കുറിച്ചാണ്. അവർ പറഞ്ഞ രാക്ഷസ കോട്ടകളെ കുറിച്ചാണ്. അവർ പറഞ്ഞത് മുഴുവൻ ആ വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. എന്നാൽ യോശുവയും കാലേബും എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. അവർ നമുക്ക് അപ്പമായിട്ട് മാറും. ഹല്ലേലൂയ. അവർ പറഞ്ഞത് ആ മല്ലന്മാരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടിക്കിളി. നിന്റെ പ്രശ്നത്തെയും നിന്നെയും കൂടെ താരതമ്യപ്പെടുത്തരുത്. ഹല്ലേലൂയ. അവർ പറയേണ്ടത് ആ മല്ലന്മാരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളി എന്നല്ല അവർ പറയേണ്ടത്. അവർ പറയേണ്ടത് എന്തോരെന്ന് അറിയാമോ? ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആ മല്ലന്മാർ വെറും വെട്ടുക്കിളി. ഹലോ, അവർ പറയേണ്ടത് വിശ്വാസമായിരുന്നു. നമ്മളും ഇങ്ങനെയാണ്. ഒരാളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററേ 10 ലക്ഷം രൂപ കടമുണ്ട്, ഞാനതെങ്ങനെ വീട്ടും? ഞാൻ പറഞ്ഞു, നിന്റെ പ്രശ്നവും നിന്നെയും കൂടെ താരതമ്യപ്പെടുത്തി നിർത്ത്. എന്നിട്ട് നീ പറയണം, നിന്റെ പ്രശ്നത്തെയും ദൈവത്തെ കൂടെ താരതമ്യപ്പെടുത്തണം. 10 ലക്ഷം രൂപ എൻ്റെ ദൈവത്തിന് 10 രൂപ പോലെ ഉള്ളൂ. ഹല്ലേലൂയ. വിശ്വാസം പറയണം. ഹല്ലേലൂയ. കരമൂട്ടി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വാസത്തിൻ്റെ ഭാഷ സംസാരിക്കണം. ഹല്ലേലൂയ. ഞാനിപ്പോൾ ദെബോറയിൽ നിന്നാൽ എനിക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല, ഓടി തിരിച്ചു വരികയാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം ഇതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യോശുവ മരിച്ചുപോയി. ഇനി അനേക വാഗ്ദത്ത കനാൻ ദേശം പിടിച്ചടക്കാനുണ്ട്. കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആദ്യം ആരാണ് പോകുന്നത്? ഉടനെ ദൈവം പറഞ്ഞു, ആദ്യം യഹൂദ പോകട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം പോകേണ്ടത് ആരാ? ഗിദെയോനാണോ? ഇബ്താഹാണോ? ശിംശോനാണോ? ആരാണ് പോകേണ്ടത്? ദെബോറയാണോ? അല്ല, ദൈവം പറഞ്ഞു ആദ്യം പോകേണ്ടത് യഹൂദയാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാർ പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണ്? യോശുവ മരിച്ചു, ഇനി അനേക വാഗ്ദത്ത കനാൻ ദേശം പിടിച്ചടക്കാനുണ്ട്. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞ ദേശം കൈവശമാക്കാൻ നിങ്ങൾ എത്ര നാൾ മടിച്ചിരിക്കും? ഹലോ, യോശുവയുടെ പുസ്തകത്തിൽ യോശുവ ചോദിക്കുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞ ദേശം, അല്ലല്ലോ തന്നിരിക്കുന്ന ദേശം എന്നാ മലയാളത്തിൽ, മറ്റൊരു പരിഭാഷയിൽ തന്നു കഴിഞ്ഞ ദേശം. അപ്പൊ തന്നു കഴിഞ്ഞ ദേശം ദൈവം നമുക്ക് തന്നു കഴിഞ്ഞതാ. പക്ഷെ അത് സ്വന്തമാക്കാൻ നിങ്ങൾ എത്ര നാൾ മടിച്ചിരിക്കും? ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിൽ വരുമ്പം ന്യായാധിപന്മാർ പുസ്തകത്തിൽ വരുമ്പോൾ യോശുവ മരിച്ചു കഴിഞ്ഞു. പക്ഷെ ആ കൊടുത്തു കഴിഞ്ഞ ദേശം ഇപ്പോഴും സ്വന്തമാക്കിയോ?
ഇനി അനേക വാഗ്ദത്ത കനാൻ ദേശം പിടിച്ചടക്കാനുണ്ട്. ദൈവം തന്നിരിക്കുക, പക്ഷെ ഇപ്പോഴും സ്വന്തമാക്കിയില്ല. ആദ്യം വാഗ്ദത്ത ദേശം സ്വന്തമാക്കണ ആദ്യം ആര് പുറപ്പെടണം? യഹൂദ പുറപ്പെടണം. ഹല്ലേലൂയ. യഹൂദ തൻ്റെ സഹോദരനായ ശിമിയോനെ വിളിക്കുകയാണ്. ശിമിയോനെ, എൻ്റെ അവകാശ ദേശത്ത് എനിക്കൊരു യുദ്ധമുണ്ട്, നീയും എൻ്റെ കൂടെ പുറപ്പെടണം. യഹൂദ ആരാണ്? സ്തുതി. ശിമിയോൻ ആരാണ്? ഇതൊക്കെ ആരാണ്? യാക്കോബിൻ്റെ ലേയുടെ മക്കളല്ലേ? രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ. അപ്പൊ യഹൂദയെ ദൈവം ലേ കൊടുത്തപ്പോ ലേ എന്തോ പറഞ്ഞേ? ഞാൻ യഹോവേ വാതുറക്ക് യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞിട്ട് യഹൂദ എന്ന് പേരിട്ടു. അപ്പോ ഈ ദൈവം ശിമിയോനെ കൊടുത്തപ്പോഴോ? ശിമിയോനെ കൊടുത്തപ്പോ പറ, യഹോവ എൻ്റെ ശബ്ദത്തെ കേട്ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ശിമിയോൻ ശബ്ദം. എന്തോ ശബ്ദം? യഹോവ എൻ്റെ ശബ്ദത്തെ കേട്ടു. എന്ത് ശബ്ദം? പ്രാർത്ഥനയുടെ ശബ്ദം. ഹല്ലേലൂയ. യഹൂദ സ്തുതിയാണെങ്കിൽ ശിമിയോൻ പ്രാർത്ഥനയാണ്. ആദ്യം പുറപ്പെടേണ്ടത് പ്രാർത്ഥനയല്ല, ആദ്യം പോകേണ്ടത് സ്തുതിയാണ്. ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവം നിനക്ക് തന്നു കഴിഞ്ഞ അനുഗ്രഹങ്ങൾ, ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ വിടുതലുകൾ, അതെല്ലാം നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ ആദ്യം യഹൂദ പുറപ്പെടണം, ആദ്യം സ്തുതി പുറപ്പെടണം. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എഫേസ്യർ 1:3, 2 പത്രോസ് 1:3, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വാഗ്ദത്തങ്ങളുണ്ട്, പക്ഷെ അത് സ്വന്തമാക്കണമെങ്കിൽ ആദ്യം സ്തുതി പുറപ്പെടണം. വാഗ്ദത്തം തന്നു കഴിഞ്ഞ അനുഗ്രഹങ്ങളുണ്ട് ക്രൂശിൽ, പക്ഷെ അത് സ്വന്തമാക്കണമെങ്കിൽ ആദ്യം സ്തുതി പുറപ്പെടണം. സ്തുതിക്കുന്നവനാണ് വാഗ്ദത്തം ലഭിക്കുന്നത്. ഹല്ലേലൂയ. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എല്ലാ ദേശത്തും വിളക്ക് പോലെ നിൽക്കുന്ന ഒരു സഭയുണ്ട്. ഹല്ലേലൂയ. ആ സഭ ഏത് സഭയായിരിക്കും ഞാൻ പറയട്ടെ? യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. സ്തുതിക്കുന്ന സഭ ഏതാണ്? ആ സഭയായിരിക്കും ദേശത്തെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സഭ. ഈ സഭ സ്തുതിക്കുന്ന സഭയാണെങ്കിൽ ഈ സഭ ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിളക്കായിട്ട് മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തുതി പുറപ്പെടട്ടെ, ആദ്യം യഹൂദ പുറപ്പെടട്ടെ. എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ സ്തുതിക്കണം. അത് ഉയർച്ചയുടെ വിജയത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണ്. സ്തുതിക്കുന്ന ക്രിസ്ത്യാനി ജയിക്കുന്ന ക്രിസ്ത്യാനി. സ്തുതി എവിടെ ഉണ്ടോ അവിടെ ജയമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തു പറഞ്ഞ് എപ്പോഴും സ്തുതിക്കണം. പാസ്റ്റർ സ്തുതിക്കാൻ പറയുമ്പോൾ മഴയല്ല, എപ്പോഴും സ്തുതിച്ചോടെ നടക്കണം. പ്രൈസിങ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറണം. എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കണം. ഒന്നിലും പിറുപിറുക്കരുത്. ഹല്ലേലൂയ. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം. ക്രിസ്തീയ ജീവിതം ഒരു ദൈവിക സന്തോഷത്തിൻ്റെ ജീവിതമാണ്. അടുത്തിരിക്കുന്ന കൈകൊടുന്ന് എപ്പോഴും സന്തോഷിക്കണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. ഒന്നിലും പിറുപിറുക്കരുത്. അത് പറഞ്ഞില്ല ചിലർ. പിറുപിറുക്കരുന്ന് പറ. പിറുപിറുക്കരുത്. തമിഴിൽ പറയും മുറുമുറുക്കരുത്. മർമറിങ്, പിറുപിറുപ്പ്. പിശാചിൻ്റെ ഒരു വലിയ ആയുധമാണ് പിറുപിറുപ്പ്. ഹലോ, സ്തുതിയുടെ ശത്രുവാണ് പിറുപിറുപ്പ്. ചില വിശ്വാസികൾ എപ്പോഴും ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും. ചില സഭകളിലൊക്കെ ചെല്ലുമ്പോഴേ പറയും, ആ പാസ്റ്റർ ശരിയല്ല, ഈ പാസ്റ്റർ ശരിയല്ല, ആ സഹോദരൻ ശരിയല്ല, ഈ സഹോദരി ശരിയല്ല, അത് ശരിയല്ല, ഇവർ ശരിയല്ല, അവർ ശരിയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിന്നോടൊരു ദൂത് പറയുക, നീ ശരിയല്ല. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 27:19 വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. നിന്റെ ഹൃദയം ശരിയാവുമ്പോൾ ബാക്കിയെല്ലാം ശരിയാവും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി കൗൺസിലിങ്ങിന് വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഉടനെ ഒരു CBT കൗൺസിലിങ്ങിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞൊരു ഞാൻ ഒരു പേപ്പർ എടുത്ത് കൊടുത്തൊരു പേന കൊടുത്ത് പറഞ്ഞു, സഹോദരി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പേരുടെ പേര് എഴുതാൻ പറഞ്ഞു. അവർ കുറച്ചു നേരമായിട്ട് എഴുതുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇഷ്ടമുള്ള ഒരാളുടെ പേര് എഴുതും. അവരുടെ പരാതി എന്തോ, എന്നെ ആർക്കും. ഞാൻ പറഞ്ഞു, ഇഷ്ടമുള്ള ഒരാളുടെ പേര് എഴുതു സൗകര്യം, ഒരാളുടെ പേര് എഴുതു. അവർ പേന പേപ്പർ എടുത്ത് എറിഞ്ഞു. എനിക്കൊരുത്തനെ ഇഷ്ടമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓയ്യോ, ഇവിടെ സൂര്യൻ ഉദിക്കാൻ താമസമാണെന്ന് തോന്നുന്നു.
ഏതോ ഒരു പണ്ഡിതൻ, ഒരു മനുഷ്യൻ, ഏതോ ഒരു ബുക്കിലെ വായിച്ചതാണ്. സ്നേഹം നിറഞ്ഞ മനുഷ്യൻ സ്നേഹമുള്ള ജനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കും. പക നിറഞ്ഞ മനുഷ്യൻ പകയുള്ള ജനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ആന്തരിക ലോകത്തെ നീയാണ് മാറ്റേണ്ടത്. നിന്റെ ചിന്തകളെ, നിന്റെ മനോഭാവത്തെ, നിന്റെ വാക്കുകളെ ഒക്കെ, സങ്കല്പങ്ങളൊക്കെ നീയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നിന്റെ ബാഹ്യ ലോകത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ പിറുപിറുപ്പ് കാണണം. എപ്പോഴും ഇങ്ങനെ പിറുപിറുത്തോണ്ട്. ഇസ്രായേൽ ജനം, നിങ്ങൾ ആവർത്തന പുസ്തകം എടുത്ത് വായിക്കണം. ഹോംവർക്ക് തരുക. ഇപ്പൊ വായിക്കരുത്, ഹോംവർക്ക് എന്നാ പറഞ്ഞ, വീട്ടിൽ പോയി വായിക്കണം. ആവർത്തന പുസ്തകം എടുത്തിട്ട് എവിടൊക്കെ ജനം പിറുപിറുത്തു എന്ന് പറയുന്നുണ്ടോ അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ വരയിടണം, ദൈവത്തിന്റെ കോപം ആ ജനത്തിന്റെ മേൽ ജ്വലിച്ചു. എവിടൊക്കെ പിറുപിറുത്ത് എന്ന് പറഞ്ഞുണ്ടോ, അല്ലെങ്കിൽ വേറെ രീതി കാണാൻ പറ്റും, യഹോവയുടെ ശാപം ആ ജനത്തിന്റെ മേൽ വന്നു. എന്നാൽ എവിടൊക്കെ ജനം ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുന്നുണ്ടോ അതിന്റെ താഴെ വരയിടണം. അതിന്റെ തൊട്ട് താഴെ കാണാൻ പറ്റും, യഹോവയുടെ തേജസ് ആ പർവ്വതം മുഴുവൻ ഇറങ്ങി വന്നു. എവിടൊക്കെ ജനം സ്തുതിച്ചു എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ താഴെ വരും, ദൈവത്തിന്റെ അനുഗ്രഹം ആ ജനത്തിന്റെ മേൽ വന്നു. അപ്പൊ സ്തുതിച്ച അനുഗ്രഹം, സ്തുതിച്ച ദൈവ തേജസ്, പിറുപിറുത്ത ദൈവകോപം, ദൈവശാപം. മനസ്സിലാവുന്നൊരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് ആദ്യം നമ്മൾ പുറപ്പെടേണ്ടത് യഹൂദയാണ്, സ്തുതിയാണ്. എപ്പോഴും സ്തുതിക്കണം, പിറുപിറുപ്പ് ഉപേക്ഷിക്കണം. ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ നാശത്തിനും കാരണം പിറുപിറുപ്പാണ്. ഇസ്രായേൽ ജനത്തിന്റെ കാര്യം വിട്, ഏദൻ തോട്ടത്തിൽ തുടങ്ങാം. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ അവയെ സൃഷ്ടിച്ചു. ദൈവം അവിടെ എന്ത് ചെയ്തു? അവർക്കെല്ലാം കൊടുത്തു, നല്ല വൃക്ഷം, നല്ല ഫലം. പക്ഷെ കൊടുത്തതെല്ലാം അവർ മറന്നിട്ട് എന്ത് ചെയ്തു? കൊടുക്കാത്തതിലോട്ട് കണ്ടുപോയി. എന്തൊക്കെ കൊണ്ടെങ്കിലും ഇതില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം എന്തൊക്കെ തന്നെങ്കിലും ഈ വിഷയത്തിൽ ഒരു വിടുതൽ തന്നില്ല. തന്നതെല്ലാം മറന്നിട്ട് ലഭിക്കാത്തതിനെ കുറിച്ച് ഒരു പിറുപിറുത്ത് ഒടുവിൽ ഏദനീന്നേ പുറത്തായി, ഉള്ള എല്ലാ നന്മയൊന്നും പുറത്തായി. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മ തന്നിട്ടുണ്ട്. കയറിക്കിടക്കാൻ ഒരു വീട് തന്നില്ലേ? ഒരു കൊച്ചു വീടെങ്കിലും തന്നില്ലേ? അല്ലെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നില്ലേ? ആരോഗ്യമുള്ള ശരീരം തന്നില്ലേ? 3 നേരം ആഹാരം തരുന്നില്ലേ? മാറി ഉടുക്ക വസ്ത്രം തരുന്നില്ലേ? ഒരു ചെറിയ ജോലിയെങ്കിലും തന്നില്ലേ? എന്തെല്ലാം നന്മകൾ ദൈവം നിനക്ക് തന്നു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന ആളാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ കോഴിയുടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി തിന്നുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എത്രയോ പരിതാപകരമായ ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവിടെ ചെല്ലും പറയും, കർത്താവേ, ഈ വടക്കേ ഇന്ത്യയിലെ ഗ്രാമത്തിലൊന്നും ഞാൻ ജനിക്കാതെ ഞാൻ കേരളത്തിൽ ജനിച്ചതിനായിട്ട് നന്ദി എന്ന് പറയും. ഹല്ലേലൂയ. ദൈവം എന്തെല്ലാം നന്മകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇടയ്ക്കെന്നെ RCCയിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി ഒരു സഹോദരി, ഒരു ഹെഡ് നേഴ്സ്. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരിക്ക് കണ്ണിൽ ക്യാൻസർ. അവർ പറഞ്ഞു, പാസ്റ്ററെ, രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ കണ്ണിലൊരു പൊടി വീണാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരുടെ കണ്ണിൽ ക്യാൻസറാണ്. എല്ലാവരും ഉറങ്ങും, രാത്രി ഇരുട്ടും, എനിക്ക് ഉറക്കം വരില്ല, എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. ഭൂമിയിൽ ഒരു കൊച്ചു നരകം അനുഭവിക്കുകയാണ്. നമുക്കൊരു ചെറിയ പനി വന്നാൽ നമ്മൾ ആരാധന മുടക്കും. എത്ര ആരോഗ്യത്തോടെ ദൈവം നമ്മളെ നടത്തുന്നത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓരോന്നും ഓർത്തോർത്തും ദൈവത്തെ സ്തുതിക്കാമോ? പിറുപിറുപ്പ് ഉപേക്ഷിക്ക്, ദൈവത്തെ സ്തുതിക്ക്. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ സ്തുതിക്കണം. ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി താഴെ വീഴത്തില്ല. അടുത്തിരിക്കെ പറഞ്ഞ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പാപം ഒഴിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ചിലർ എപ്പോഴും അങ്ങ് പിറുപിറ. ഈ പിറുപിറുപ്പ് കൊണ്ടേ നടക്കും. ചിലർ വാ തുറന്ന പിറുപിറുപ്പ, നെഗറ്റീവേ പറയൂ ചിലർ. ഹലോ, ഈ 2-3 ദിവസം ഞാൻ ഒരു സഹോദരൻ്റെ കൂടെ പോയി ഒരു വീട്ടിൽ താമസിച്ചു. വാ തുറന്നാൽ നെഗറ്റീവ് മാത്രം. ഞാൻ എപ്പോഴും പറ, സഹോദരാ, പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറ. വാ തുറന്ന് ചിലർ വാ തുറക്കുന്ന കുറ്റം പറയാനും ആഹാരം കഴിക്കാനും മാത്രം. എപ്പോഴും നെഗറ്റീവ്. വീട്ടിനകത്തും അങ്ങനെ, ചില വിശ്വാസികളുടെ വീട്ടിലും അങ്ങനെയാണ്. ഭർത്താവ് കഷ്ടപ്പെട്ട് എന്തെങ്കിലും മീൻ മാറ്റിട്ടിരുമ്പോൾ, ഇതേ നിങ്ങൾക്ക് കിട്ടിയുള്ള, വേറെ ഒന്നും കിട്ടിയില്ല. ഭാര്യ കഷ്ടപ്പെട്ടെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് പറയും, ഒരു ടേസ്റ്റും ഇല്ല. വീട്ടിനകത്തേ പിറുപിറുപ്പാ. ഞാനൊരു സത്യം പറയട്ടെ, ഈ പിറുപിറുക്കുന്നവരെ ദൈവം ഒരിക്കലും സ്വർഗത്തിൽ കയറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പലരും സ്വർഗത്തിൽ പോകത്തില്ലത്. പിറുപിറുക്കുന്നവർ ദൈവം സ്വർഗത്തിൽ കയറ്റത്തില്ല. എന്തായിരിക്കും കാര്യം? എന്താ പിറുപിറുക്കുന്നവരെ ദൈവം സ്വർഗത്തിൽ കയറ്റാത്തത്? പറ ബ്രദറെ. കറക്റ്റ്. പിറുപിറുക്കുന്നവരെ സ്വർഗത്തിൽ കയറ്റിയാലുള്ള അവസ്ഥ ബ്രദർ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും? തുടങ്ങുന്നവരുടെ പരിപാടി സ്വർഗത്തിലോട്ട് കൊണ്ട് കയറിയിട്ട് നോക്കിയിട്ട് പറയും,
ഞാൻ വിചാരിച്ച പോലെ സ്വർഗം അത്ര സ്വർഗത്ര പോരാ. പിന്നെ ദൂതന്മാർ ആളത്ര ശരിയല്ല. അങ്ങനെ പിറുപിറുത്ത് അവസാനം പറയും ദൈവം ആൾ ശരിയല്ലെന്ന് പറയും. അങ്ങനെ പിറുപിറുക്കുന്നവരെ സ്വർഗത്തിൽ കയറ്റിയാൽ പിറുപിറുത്ത് ഒരു സ്വർഗം ഒരു നരകമാക്കി മാറ്റാൻ പരിശ്രമിക്കും. അതുകൊണ്ട് പിറുപിറുക്കുന്നൊരു ദൈവം സ്വർഗത്തിൽ കയറ്റത്തില്ല. സ്വർഗത്തിൽ ഹല്ലേലൂയയുടെ ആർപ്പുവിളിയുണ്ട്. അവിടെ സ്തുതിയുടെ ശബ്ദമാണ്. സ്തുതിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചോണ്ട് നടക്കണം. ഹല്ലേലൂയ. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും സ്തുതിക്കണം. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ ഈ 20-ാം അധ്യായത്തിലെ യഹോശാഫാത്ത് രാജാവിനെതിരെ അമോന്യർ, മെയൂന്യർ, സൈർ പർവ്വതക്കാർ ഒരു വലിയ കൂട്ട സൈന്യം പുറപ്പെട്ടു വന്ന് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നപ്പോൾ യഹോശാഫാത്ത് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ കണ്ണ് നിങ്ങളിലേക്ക് ഉയർത്തുകയാണ്. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ലേവ്യൻ്റെ മേൽ വന്ന് ലേവ്യൻ പ്രവചിച്ചു, യഹോശാഫാത്തേ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്, യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. യഹോശാഫാത്ത് എന്ത് ചെയ്തു? യുദ്ധം ചെയ്തില്ല, പക്ഷെ സംഗീതക്കാരെ വിളിച്ചു. പറഞ്ഞാൽ സ്തുതിക്കുന്ന സഹോദരന്മാരെ വിളിച്ചു, ഓർഗൻ വിളിച്ചു, ഡ്രംസ് വിളിച്ചു, എന്തുവാ എല്ലാ ഒക്കെ വന്നു. സ്തുതിക്കുന്നവരെല്ലാം കൂടെ വന്നു. സംഗീതക്കാർ മുമ്പിൽ പോയി. എങ്ങോട്ടാ? യുദ്ധക്കളത്തിൽ. യുദ്ധം ചെയ്യാനല്ല പോയത്, സ്തോത്രം ചെയ്യാനാ പോയത്. അവരെങ്ങനെ പോയെന്നറിയാമോ? യഹോവ നല്ലവനല്ലോ, ഹല്ലേലൂയ. സ്തുതിച്ചോണ്ട് പോയപ്പോ അവർക്കെതിരെ വന്ന ശത്രുവിനെതിരെ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി, അവരുടെ കണ്ണിന് മറഞ്ഞിരുന്നവരെ വരുത്തി, അവർ ശത്രുവിനെ പരാജയപ്പെടുത്തി, അവർ യുദ്ധത്തിൽ ജയാളികളായി മാറി. ആമേൻ. ഹല്ലേലൂയ. ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് പ്രവർത്തനത്തിന് അവിടെ പോയ സമയത്ത് എനിക്ക് പെന്തിക്കോസുകാരെ സഭയെ കയറ്റി, ഞാൻ പെന്തിക്കോസാണ്, IPC ആണ്, പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ വേറൊരു സഭയിൽ നിന്ന് വരുന്നതിനെ പിടിച്ച് കയറ്റാതെ പുതിയ ആത്മാക്കളെ നേടണം എന്നൊരു കാഴ്ചപ്പാടോടെയാണ് ഞാൻ അവിടെ പ്രവർത്തിച്ചത്. ഇന്ന് ഞങ്ങളുടെ സഭയിലുള്ള 95% പേര് ഹിന്ദുക്കളിൽ നിന്ന് വന്നവരാ. ഹല്ലേലൂയ. 200-ലധികം ഹിന്ദുക്കളെ സ്നാനപ്പെടുത്ത ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ ചർച്ച മാത്രമല്ല, സെൻട്രലിലുള്ളവരെ കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പലരെയും സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ സമയത്ത് ഞങ്ങൾ ആദ്യം പ്രവർത്തിക്കാനൊക്കെ പോയ അവിടെ ആ ഏരിയയിലൊക്കെ ഹിന്ദുക്കളുടെ കോട്ടയാണ്. അമ്പലം അവിടെ വീടുകളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അയാൾ ഒരു കൂട എടുത്തുകൊണ്ട് വന്നു. അയാളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു എന്താ പറഞ്ഞേ, ഒരു സാധനം ഉണ്ടല്ലോ തിരിയൊക്കെ കത്തിക്കുന്നേ, കൊച്ചൊരു സാധനം, അതെല്ലാം കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചു. ആ നാട്ടുകാരുടെ കൂടെ ഇളകി. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്കുന്നപ്പോൾ എല്ലാവരും കൂടി നിന്നങ്ങ് അടി തുടങ്ങി. ഭയങ്കര പ്രശ്നമായി. കേസ് കൊടുത്തു. അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു പരാതിയില്ല, എൻ്റെ കേസ് പിൻവലിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് പരാതിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കേസ് മുകളിലാണ്, എനിക്കിവിടെ ഒരു പരാതിയില്ല, അത് ദൈവം നോക്കിക്കോളുന്നു. ഹല്ലേലൂയ. അദ്ദേഹം മാനസാന്തരപ്പെടാൻ, ഉപദ്രവിച്ചവരൊക്കെ മാനസാന്തരപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ആ ഉപദ്രവിച്ച വ്യക്തി കളിയിക്കുള്ള ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആക്സിഡൻറ്റ് പറ്റി മരിച്ചുപോയി. അങ്ങനെ സംഭവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. അദ്ദേഹം മാനസാന്തരപ്പെടാനേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ആ സംഭവത്തിന് ശേഷം അവിടെ അടിക്കാനും ഒക്കെ കൂട്ടുനിന്ന ആൾക്കാരെല്ലാം ഇപ്പം നമ്മുടെ വശത്താണ്. അവരിപ്പോൾ നമ്മുടെ കൂടെയാണ്. ഹല്ലേലൂയ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. കരമുട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ സഭയിൽ 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ആ പ്രശ്നത്തിന് ശേഷം 3 മാസത്തിനകത്ത് 80 പേര് വന്നു. കരമുട്ടി സ്തോത്രം പറയാവോ? ഹല്ലേലൂയ. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവമാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി താഴെ വീഴത്തില്ല. എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, എൻ്റെ ഒരു പല്ല് കേടായിരുന്നു. അത് എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. സമയം കിട്ടുന്നില്ലായിരുന്നു. RS ഒറ്റയാടി ആ പല്ലങ്ങ് പോയി. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കാണ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വന്നാലും നിന്റെ ജോലി യുദ്ധം ചെയ്യുന്നതല്ല, നിന്റെ ജോലി സ്തോത്രം ചെയ്യുന്ന. നീ സ്തോത്രം ചെയ്താൽ ദൈവം യുദ്ധം ചെയ്യും. നിന്റെ ജോലി സ്തോത്രം ചെയ്യുന്നതാണ്. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചോടെ നടക്കണം. ഫാസ്റ്ററെ ജോലി ചെയ്യുന്നുണ്ട്, ജോലിയൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ കയ്യിൽ ഒന്നിനും തികയുന്നില്ല. ഇപ്പോൾ 60,000 രൂപ കൈ കിട്ടിയ 1.5 ലക്ഷം രൂപയുടെ ആവശ്യമാണ്. ഹലോ, വീട്ടിൽ അയച്ചു കൊടുക്കണം അപ്പനും അമ്മയ്ക്കും, കൊച്ചുങ്ങളുടെ ഫീസ് അടയ്ക്കണം, ലോൺ അടയ്ക്കണം, പല പല കാര്യങ്ങളാണ് ഫാസ്റ്ററെ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കയ്യിലില്ല. ഇതൊക്കെ ഇത്രയും ശമ്പളം കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യും? ഒരു വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടക്കുന്നില്ല. ഹലോ, ഗൾഫിലാണെന്ന് പേരേ ഉള്ളൂ, കയ്യിൽ കിട്ടുന്ന ഒന്നിനും തികയുന്നില്ല. നിങ്ങളോടൊരു ദൂതുണ്ട്. യേശുവിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും, ആവശ്യം 5000-ത്തിലധികം.
ഒത്തിരി ആവശ്യം, കൈ കുറച്ചേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു അതെടുത്തിട്ട് പിറുപിറുത്തില്ല. ഇത്രയും പേർക്ക് ഇത്രയും കൊണ്ട് എന്ത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ല. ആ അല്പമായത് യേശു എടുത്തിട്ട് ദൈവത്തെ സ്തുതിച്ചു, 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 സ്തുതിച്ചു. ഹല്ലേലൂയ. പിറുപിറുക്കാതെ സ്തുതിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചു. അത് അധികമായി മാറി, ആവശ്യത്തിലും അധികമായി മാറി. എല്ലാവരും തൃപ്തരായി. ശേഷിച്ചത് 12 കൊട്ട. നീ ദൈവം തരുന്ന നന്മ എടുത്തിട്ട് ദൈവത്തെ സ്തുതിക്കണം. ഇനി മുതൽ നീ പിറുപിറുക്കരുത്. എത്രയോ പേര് തളർന്നു കിടക്കുന്നു. നിനക്ക് ജോലി ചെയ്യാൻ ദൈവം ആരോഗ്യം തന്നില്ലേ? ഒരു ചെറിയ ശമ്പളമെങ്കിലും ദൈവം നിനക്ക് തരുന്നില്ലേ? അതിനായി നീ സ്തോത്രം ചെയ്യ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ എല്ലാ ആവശ്യവും ദൈവം നടത്തി തരാൻ പോവുക. നിന്റെ മറ്റാവശ്യങ്ങൾക്ക് ദൈവം ദൂതന്മാരെ അയക്കാൻ പോവുകയാണ്. ദൈവ ദൂതന്മാർ നിന്റെ കയ്യിൽ കൊണ്ടുതരാൻ പോകുകയാണ്. ശേഷിക്കുന്ന നീ ദൈവസഭയെ കൊണ്ടുവരാൻ പോകുകയാ. ദൈവവേല കൊണ്ട് ദൈവദാസനെ കൊടുക്കാൻ പോകുകയാണ്. നിന്റെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരാൻ പോകുകയാണ്. താങ്ക് യു മാസ്റ്റർ. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ഒന്ന് ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ച് ദൈവസ്ഥലം ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എന്തോ ആയിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധി മാറാൻ പോകുകയാണ്. ആ പ്രശ്നം മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ പ്രതിസന്ധി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിനക്ക് വിടുതൽ തരാൻ പോകുകയാ. നിന്റെ ഗത്സമന മാറാൻ പോകുകയാ. യേശു ഗത്സമനയിൽ ദൈവത്തെ വാഴ്ത്തിയിട്ട് കാൽവറിക്ക് പോയി. നിന്റെ ഗത്സമനയിൽ നീ ദൈവത്തെ സ്തുതിക്കാമോ? നിന്റെ ഗത്സമനയിൽ നീ സ്തോത്രം ചെയ്യാമെങ്കിൽ നിന്റെ ഗത്സമന ഒരു പൂന്തോട്ടമായി മാറാൻ പോകുകയാ. നിന്റെ ഗത്സമന പൂന്തോട്ടമാകും. നിന്റെ മരുഭൂമിയിൽ നീ സ്തോത്രം ചെയ്യാമോ? നിന്റെ മരുഭൂമിയിൽ ഒരു ഉറവ ദൈവം പുറപ്പെടുവിക്കാൻ പോകുകയാണ്. പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൽ പാടി സ്തുതിച്ചു. ദൈവം കാരാഗ്രഹത്തെ തകർത്തു. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ നിങ്ങളുടെ കാരാഗ്രഹം തകരാൻ പോവുക. സ്തോത്രം ചെയ്താൽ നിങ്ങളുടെ ബന്ധനം തകരാൻ പോവുക. ദൂതൻ ഇറങ്ങി വരാൻ പോവുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സമായിട്ട് ഒരു എരിഹോ ഉണ്ടായിരുന്നു. ആ എരിഹോവിന്റെ നടുവിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. ഉടനെ ദൈവം പറഞ്ഞു, എരിഹോവിനെ ഞാൻ നിന്റെ കൈ തന്നിരിക്കുക. എന്റെ എരിഹോ എന്റെ കയ്യിലാ. My Jericho is in my hand. ഞാൻ ആർപ്പിട്ടാൽ അത് തകരും. ഞാൻ മിണ്ടാതിരുന്നാൽ അത് തകരത്തില്ല. സ്തുതിയുടെ ആർപ്പുണ്ടോ? നിന്റെ എരിഹോ തകരാൻ പോവാ. റെഡിയാണോ? പുരോഹിതന്മാർ കാഹള ഊതിയപ്പോ ജനം ആർപ്പിട്ടു. ഇന്ന് ഞാൻ വിശ്വാസത്താൽ ഒരു പ്രൊഫറ്റിക് ആക്ഷൻ ചെയ്യാൻ പോവാ. ഞാൻ നിങ്ങളോട് ആർപ്പിടാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസത്താൽ കാണണം. നിങ്ങളുടെ ജീവിതത്തിലെ എരിഹോ, അത് രോഗമായിരിക്കാം, പൈശാചി ബന്ധനമായിരിക്കാം, കടഭാരമായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ ദൈവത്തോട് അടുക്കൽ തടസ്സമായിട്ടുള്ള രഹസ്യ ഭാവമായിരിക്കാം. ആ എരിഹോ തകർന്നു വീഴും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആർപ്പിടുക, ആർപ്പിടുക. സഭയിൽ ആത്മാക്കൾ വരുന്നതിന് തടസ്സമായിട്ട്, സഭ വളരുന്നതിന് തടസ്സമായിട്ട് പിശാച് കെട്ടിയിരിക്കുന്ന എരിഹോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. രോഗത്തിന്റെ എരിഹോ തകരട്ടെ. ബന്ധനത്തിന്റെ എരിഹോ തകരട്ടെ. പിശാച് എരിഹോ തകരട്ടെ. ആർപ്പിടുക, ആർപ്പിടുക, ആർപ്പിടുക. ചെങ്കടൽ പിളർന്നു വഴി നടക്കും. യോദ്ധാ കണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി നടക്കും. യോദ്ധാ കണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ എരിഹോ നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ഇന്നു കണ്ട മിശ്രമേരെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമേരി വരികയില്ല. ഇന്നു കണ്ട മിശ്രമേരെ കാണുകയില്ല.
ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആചാരം യാക്കോബിന് പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിലേൽക്കയില്ല. ആ വിചാരം യാക്കോബിന് പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിലേൽക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ ഇടിച്ചു നിരത്തും അവൻ. കുന്നുകളെ കവിളു പൊടിയാക്കിടും. മലകളെ ഇടിച്ചു നിരത്തും അവൻ. കുന്നുകളെ കവിളു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിശ്രമേനെ കാണുകയില്ല. ഇന്നു കണ്ട വിശ്രമിനി വരികയില്ല. ബാധയുടെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധയുടെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി നടക്കും. യോർദാൻ രണ്ടായി പിളർന്നു മാറും. ചെങ്കടൽ പിളർന്നു വഴി നടക്കും. യോർദാൻ രണ്ടായി തിരിഞ്ഞു മാറും. യെരിഹോവിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ യെരിഹോവിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു വന്ന കഷ്ടമിനി കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നമ്മുടെ മുമ്പിൽ നിന്ന് യെരിഹോ മതിലുകളെല്ലാം തകർന്നു മാറിയിരിക്കുകയാണ്. പർവ്വതങ്ങളെല്ലാം തകർന്നു മാറിയിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. യഹൂദ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആമേൻ. ദൈവം അവർക്ക്
ജയം നൽകിയെന്ന് കേൾക്കുവാനൊക്കെ വേണം ഈ രാത്രികാലം ഇടയാക്കിയല്ലോ. പിറുപിറുപ്പുകാരായി തീർന്നാൽ ശാപവും ആമേൻ ഹല്ലേലൂയ ദോഷവും നമ്മെ പിന്തുടരുമെന്നു. ആമേ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായാൽ അനുഗ്രഹവും ദൈവത്തിൻ്റെ തേജസ്സും നമ്മുടെ മേൽ ഇറങ്ങി വസിക്കുമെന്നു ഇന്ന് രാത്രികാലം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ജയത്തിൻ്റെ രഹസ്യം ഒന്നാമതായി സ്തുതി എന്ന് കേൾക്കുവാൻ ആമേൻ വിശ്വാസ കണ്ണുകളാൽ കാര്യങ്ങളെ കാണുവാൻ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പോസിറ്റീവ് സംസാരിക്കുന്നവരായി ദൈവജനം മാറുവാൻ ഇതൊക്കെ വേണം. എല്ലാത്തിനും സന്തോഷിപ്പാൻ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവരായി തീരുവാൻ ആമേ ദൈവങ്ങളിലേക്ക് രാത്രികാലം ഏൽപ്പിക്കാം. യഹോശാഫാത്തിന് നേരെ വന്ന ശത്രു രാജ്യങ്ങളുടെ നേരെ ഹല്ലേലൂയ അവൻ യുദ്ധത്തിന് പോകാതെ ആമേ സംഗീതക്കാരെ നിയമിച്ചാക്കി. സംഗീതക്കാർ തപ്പും കിന്നരവും വീണയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആമേ ശത്രുവിൻ്റെ നേരെ ദൈവം ഹല്ലേലൂയ പതിയിരിപ്പുകാരെ വരുത്തിയെന്ന് ആമേ ശത്രുവശേഷം നശിച്ച് ഇല്ലാതായി തീർന്നു എന്ന് ആമേൻ ഇന്ന് രാത്രികാലം കേട്ടുവല്ലോ. അതേ ദൈവത്തിൻ്റെ വയതിലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിന് മേല് ആമേൻ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തിൻ്റെ മേല് നീ സ്തുതിക്കുവാൻ തയ്യാറായാൽ അത് അലിഞ്ഞില്ലാതായി തീരുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. ഹല്ലേലൂയ രാത്രികാലം സൂക്ഷിപ്പാൻ കർത്താവിൻ്റെ അഭിഷേകത്തിനെ കർത്താവ് ശക്തീകരിച്ചല്ലോ. തൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുക, തൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കടന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെയും ഹല്ലേലൂയ അതിനുശേഷം നടക്കുന്ന യൂത്ത് മീറ്റിങ്ങിനെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലിജുബേർ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാനും വിശ്വസനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് ഞങ്ങൾക്ക് രാത്രികാലം കർത്താവ് തന്നതിനാൽ സ്തോത്രം. അമ്മേ, നല്ല സങ്കീർത്തനത്തെ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. അമ്മേ, അനുഗ്രഹിക്കപ്പെട്ട വിടുതലിന്റെ സാക്ഷ്യത്തെ ഈ രാത്രി ഞങ്ങളോട് കേൾപ്പിച്ചതിനാൽ സ്തോത്രം. അവസാനമായി ദേവദാസനിലൂടെ ഞങ്ങൾക്ക് വിലപ്പെട്ട ദൈവിക ആലോചന ഈ രാത്രി കർത്താവ് കൈമാറിയതിനാൽ സ്തോത്രം. ആമേൻ. ജീവിതത്തിന്റെ ഏത് വലിയ വിഷയങ്ങളാണെങ്കിലും, ഏത് വലിയ എരിഹവും അതിലാണെങ്കിലും അതിൻ്റെ മുന്നിൽ നിന്ന് പതറാതെ വിശ്വാസത്തിൻ്റെ വാക്കുകളെ വിളിച്ചു പറയുവാൻ ആമേൻ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നവരായി മാറട്ടെ. കർത്താവേ, എല്ലാത്തിനും മുമ്പേ യഹൂദ പുറപ്പെടട്ടെ, സ്തുതിക്കുന്നവൻ പുറപ്പെടട്ടെ. ഞങ്ങളുടെ നാവിൽ നിന്ന് സ്തുതി വരട്ടെ. ആമേൻ. വിഷയങ്ങളെ അല്ല ഞങ്ങൾ കാണേണ്ടത്, ആമേൻ, വിശ്വാസത്താൽ ഞങ്ങളുടെ ദൈവത്തിന്റെ വലുപ്പത്തെ കണ്ട് ആമേൻ പ്രതിസന്ധികളിൽ തളരാതെ ആമേൻ ഞങ്ങൾ ഓരോരുത്തരും ഈ നാളുകളിൽ കർത്താവേ വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുവാൻ ആമേൻ അതൊരു ആക്ഷനായി വെളിപ്പെടട്ടെ. കർത്താവേ, ഈ നാളുകളിൽ ഓരോ കുടുംബത്തിൻ്റെ മേലും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അവരനുഭവിക്കുന്ന രോഗമാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, ആമേൻ, ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ നടുവിൽ സ്തുതിക്കുന്നവരായി ആമേൻ കർത്താവേ ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. അനേക വാഗ്ദത്തങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആമേൻ. ആ വാഗ്ദത്തത്തിൻ്റെ അവകാശികളായി ഞങ്ങൾ മാറത്തക്കവണ്ണം അത് ഓരോന്നും നേടിയെടുക്കുവാൻ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ ദൈവദാസനെ കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം. കുടുംബത്തെ കർത്താവ് ശക്തീകരിക്കണമേ. ആമേൻ. മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ. അപ്പാ കടന്നു വന്ന സകല ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ആഴ്ച നടക്കുന്ന വാസ്റ്റിംഗ് പ്രയറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുവാൻ ആമേൻ കടന്നു വരുവാൻ ഏൽപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിടുതലായി അനുഗ്രഹമായി കർത്താവെ ഉപവാസ പ്രാർത്ഥന മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ എല്ലാ മീറ്റിനെയും ദൈവങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയെ, മനസ്സലിവുടയ മഹോന്നത പരനെ വാദനം നിനക്കാമേ.
സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പ്രത്യേകാൽ അവിടുത്തെ അഭിഷേകത്തിനോടും കുടുംബത്തോടും ശുശ്രൂഷകളോടും കടന്നുപോകുന്ന ജനത്തോടും ഒരു ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോടും കൂടെ ഇന്ന് ഒരു നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇറക്കപ്പെട്ട ദൈവം ഞാൻ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. All creation